Hi, hello. Yeah, this video ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പൈത്തൺ, സി, ജാവാസ്ക്രിപ്റ്റ് എന്നീ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലെ സ്ട്രക്ചർ, ഡാറ്റ സ്ട്രക്ചർസ്, ക്ലാസ് ആൻഡ് ഒബ്ജക്ട്സ് എന്നീ കോൺസെപ്റ്റുകളാണ്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി പ്രോഗ്രാമിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, ഇതാണ് ഒരു സി പ്രോഗ്രാം. ഈ സി പ്രോഗ്രാമിൽ നമ്മൾ മെയിൻ ഫംഗ്ഷൻ ഇവിടെ എഴുതിയിരിക്കുന്നു. പക്ഷേ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു സ്ട്രക്ചറാണ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡാറ്റ ഒരു മറ്റൊരു സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്നു. അത് ഒരു ഇൻറ്റീജറും മറ്റൊരു ഫീൽഡ് ഒരു സ്ട്രിങ്ങുമാണെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്കതൊരു സ്ട്രക്ചറായി കമ്പോസ് ചെയ്ത് ഉപയോഗിക്കാമെങ്കിൽ സ്ട്രക്റ്റ് യൂസ് ചെയ്യാം. ഉദാഹരണത്തിന് പോയിൻ്റ് എന്നതൊരു സ്ട്രക്ചറായി കൺസിഡർ ചെയ്താൽ നമുക്കത് അറിയാം, അതിനൊരു എക്സ് ആക്സിസും വൈ ആക്സിസ് വാല്യൂവും ഉണ്ടാകും. അതാണ് ഇവിടെ സ്ട്രക്റ്റ് എന്നതൊരു സ്ട്രക്ചർ, പോയിൻ്റ് എന്നതൊരു സ്ട്രക്ചറായി ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അതിലെ ഫീൽഡ് വാല്യൂസ് ആണ് എക്സ് ആൻഡ് വൈ. അത് ഇൻറ്റീജറാണ്. അതാണ് ഇവിടെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പിന്നീട് മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ ആ സ്ട്രക്ചർ ഇനീഷ്യലൈസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ സ്ട്രക്ചർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്ട്രക്ട് പോയിൻ്റ് P1 ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒബ്ജക്റ്റ്. സ്ട്രക്ട് എന്നുള്ളത് കീവേഡ്, പോയിൻ്റ് എന്ന് പറയുന്നതാണ് ഡാറ്റ ടൈപ്പ്. സോ നമ്മൾ സ്ട്രക്ട് പോയിൻ്റ് P1 ഈക്വൽ ടു നമ്മൾ കേർലി ബ്രാക്കറ്റ്സിൽ ഫീൽഡ് വാല്യൂസ് കോമ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് നമ്മൾ 3, 4 എന്ന് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം നമുക്ക് നമ്മൾ വാല്യൂസ് പ്രിൻ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പ്രിൻ്റ് ചെയ്യുന്നത് സിമ്പിളാണ്. ഈ ഒബ്ജക്റ്റ് ഡോട്ട് ഫീൽഡ് വേരിയബിൾ P1 ഡോട്ട് എക്സ് എന്ന് കൊടുത്താൽ 3 പ്രിൻ്റ് ചെയ്യും. P1 ഡോട്ട് വൈ എന്ന് കൊടുത്താൽ 4 പ്രിൻ്റ് ചെയ്യും. നമുക്ക് കമ്പൈൽ ചെയ്ത് നോക്കാം. ഓക്കെ, 3, 4 എന്ന് പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്നു. ഇനി നമുക്ക് ഇതേ പ്രോഗ്രാം കോപ്പി ചെയ്ത് അതിൻ്റെ ഫ്ലോ എക്സിക്യൂഷൻ എന്ന് നോക്കാം. GCC കമ്പൈലർ ഉപയോഗിച്ച് കമ്പൈൽ ചെയ്യുന്നു. നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാകും നമ്മൾ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മെയിൻ എന്നുള്ളൊരു സ്റ്റാക്ക് മെമ്മറി ക്രിയേറ്റ് ആയിരിക്കുന്നു. അതിൽ സ്ട്രക്ട് പോയിൻ്റ് എന്ന് പറയുന്നൊരു ടൈപ്പിലുള്ള ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ആയിരിക്കുന്ന ഒബ്ജക്റ്റ്, ആ ഫുൾ സ്ട്രക്ചറിൻ്റെ വേരിയബിൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് P1 ആണ്. ഇനി നമുക്ക് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. P1 വാല്യൂസ് ഇപ്പോൾ ഇനീഷ്യലൈസ് ആയിട്ടില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആകുമ്പോഴാണ് ഇനീഷ്യലൈസ് ആകുന്നത്. ഓക്കെ, 3ഉം 4ഉം ഇനീഷ്യലൈസ് ആയി. ഇനി അത് ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്യുന്നു. ഓക്കെ, 3ഉം 4ഉം പ്രിൻ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ printf ഉപയോഗിച്ച്. ഇതാണ് ബേസിക് ഒരു സിയിലെ സ്ട്രക്ചർ. നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ഇതൊരു സ്ട്രിങ് ആയി കൊടുക്കാം.
കമ്പൈൽ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ P1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിരിക്കുന്നു. അത് സ്റ്റാക്കിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എക്സ് വാല്യൂ ഇനീഷ്യലൈസ്ഡ്, അതായത് വാല്യൂസ് ഒന്നും വന്നിട്ടില്ല. വൈ വേരിയബിളിനും ഫീൽഡിനും ഒരു അറേയാണ്, 10 ലെങ്ത് ഉള്ള ഒരു അറേയാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്, ക്യാരക്ടർ അറേ. ഇനി നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആകുമ്പോൾ ഈ വാല്യൂസ് ഇതിൽ കയറുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇപ്പം നവീൻ എന്ന് വന്നിരിക്കുന്നു. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് /0 ആയി മാറ്റുകയും ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, 3 നവീൻ എന്ന് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന സ്ട്രക്ചറിന് ഹെട്രോജീനിയസ് ടൈപ്പിനെയും അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളാൻ സാധിക്കും. അതായത് നമ്മൾ ഒരു അറേ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ഡാറ്റ സ്ട്രക്ചറാണ്. അതിനർത്ഥം അതിൽ ഒരു അറേയിലെ എല്ലാ ഫീൽഡ്സും ഒരേ ടൈപ്പ് ആയിരിക്കണം. ഒരേ ടൈപ്പ് മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഒരു സ്ട്രക്ചറിൽ നിങ്ങൾക്ക് പലതരം ടൈപ്പുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇവിടെ ഇൻറ്റീജറും ഒരു സ്ട്രിങ്ങും ക്യാരക്ടർ സ്ട്രിങ് ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇത്രയും കണ്ടു. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കണ്ടു നോക്കാം. ഇത് കോപ്പി ചെയ്ത് നമുക്ക് ഇതിൽ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ കൂടുതൽ വിഷ്വലൈസ് ചെയ്ത് ഫ്ലോ കാണാവുന്നതാണ്. ഇവിടെ ഞാൻ ആദ്യം തന്നെ ഒരു സ്ട്രക്ചർ പോയിൻ്റ് തന്നെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒരേ ഒരു ഡിഫറൻസ്, ഇവിടെ ഒരു ഇൻറ്റീജർ പോയിൻ്ററാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇൻറ്റീജർ പോയിൻ്റർ എന്ന് പറഞ്ഞാൽ ഈ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നത് ഒരു ഇൻറ്റീജർ വാല്യൂവിൻ്റെ ലൊക്കേഷൻ അഡ്രസ് ആയിരിക്കും. അതായത് ഒരു ഹീപ്പ് ലൊക്കേഷനിലിരിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു അഡ്രസ്സിലിരിക്കുന്ന ഒരു 3 4 എന്നൊരു വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂ ഇരിക്കുന്ന ലൊക്കേഷൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഈ വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ലൊക്കേഷൻ ഇരിക്കുന്നത് ഇൻറ്റീജർ ആയതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റീജർ പോയിൻ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെയിനിലേക്ക് വരാം. അപ്പോൾ ഇത്രയും ഡെഫിനിഷൻ മനസ്സിലായി. സെമിക്കോളൻ വെച്ച് ഇത് എൻഡ് ചെയ്യണം, സ്ട്രക്ചർ ഡെഫിനിഷൻ. അതിനുശേഷം മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ സ്ട്രക്ട് പോയിന്റ് P3 എന്ന് പറയുന്നൊരു പോയിന്റ് സ്ട്രക്ചർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൽ 45, 56 എന്നീ വാല്യൂകൾ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവിടെ നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, കാരണം ഫസ്റ്റ് ലൊക്കേഷൻ ഒരു അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ആദ്യം തന്നെ ഇവിടെ നമ്മളൊരു സ്ട്രക്ചർ പോയിൻ്റർ, ഓക്കെ, നമുക്ക് ഇതും കമൻറ്റ് ചെയ്യാം തൽക്കാലം. രണ്ടാമതിലേക്ക് വരാം.
ഇവിടെ struct point p2 ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. p2 ൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ്. പോയിന്റർ ഒരു ഹീപ്പ് ലൊക്കേഷനിലുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്ത് തിരിച്ച് ഒരു പോയിന്റർ അല്ലെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് റിട്ടേൺ ചെയ്യുന്നതിനുള്ള ഒരു കോളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എംഎലോക്ക് വെച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോട് ചോദിച്ച് ഇൻറ്റ് സൈസിലുള്ള ഒരു മെമ്മറി വാങ്ങിയിരിക്കുന്നു. ആ വാങ്ങിയിരിക്കുന്ന റിട്ടേൺ ചെയ്യുന്ന അഡ്രസ്സ് ഇൻറ്റീജർ പോയിൻ്റർ പോലെയുള്ള ഒരു അഡ്രസ്സ് ആയിരിക്കണം എന്നും കാസ്റ്റ് ചെയ്ത് റിട്ടേൺ ചെയ്യുന്ന പോയിൻ്റ് അഡ്രസ്സ് ഇൻറ്റീജർ പോയിൻ്റർ ആണെന്ന് മാറ്റി അതിലേക്ക് ചേഞ്ച് ചെയ്ത് കാസ്റ്റ് ചെയ്ത് വാങ്ങിയിരിക്കുന്നു. ഇത്രയാണ് ഈ ഫസ്റ്റ് വേരിയബിളിൻ്റെ ഫീൽഡിൻ്റെ വാല്യൂ. അതായത് ഇൻറ്റീജർ പോയിൻ്റർ എക്സിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആണ്. അതൊരു ഇൻറ്റീജർ പോയിൻ്റർ ആയിരിക്കും. സെക്കൻഡ് വാല്യൂ 34, എന്തെങ്കിലും ഒരു വാല്യൂ 34 കൊടുക്കുന്നു. struct point p2 എന്നുള്ളൊരു ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇഗ്നോർ ചെയ്യാം. p2 dot x അത് അഡ്രസ്സാണ്. അത് അഡ്രസ്സായിരിക്കുമല്ലോ, കാരണം അത് അഡ്രസ്സാണ് റിട്ടേൺ ആയിരിക്കുന്നത്. എംഎലോക്കിൻ്റെ റിട്ടേൺ വാല്യൂ ഒരു അഡ്രസ് പോയിൻ്റർ ആയിരിക്കും. അപ്പോൾ അതിനെ റെഫറൻസ് ചെയ്ത് ആ വാല്യൂ നമുക്കൊരു 8 ആയി സ്റ്റോർ ചെയ്യാം. അതിനുശേഷം ഇതും കമൻറ്റ് ചെയ്യുന്നു. ഇത് നമുക്ക് രണ്ടാമത് തിരിച്ചു വരാം ഇതെന്താണെന്നുള്ളത്. ഇതിന് പകരം p2.x എന്നുള്ളത് അഡ്രസ്സായിരിക്കും. ആ അഡ്രസ്സിൻ്റെ ലൊക്കേഷനിലിരിക്കുന്ന വാല്യൂ ആണ് സ്റ്റാർ വെച്ച് കോൾ ചെയ്താൽ കിട്ടുന്നത്, ഓപ്പറേറ്റർ ഉപയോഗിച്ചെടുക്കുന്നത്. p2.y എന്ന് വെച്ചാൽ വൈയുടെ വാല്യൂ പ്രിൻ്റ് ആകും. നമുക്ക് വിഷ്വലൈസ് ചെയ്ത് തന്നെ കാണാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇവിടെ സെമിക്കോളൻ വേണം, ഇവിടെയും സെമിക്കോളൻ വേണം. ഓക്കെ, നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ടാകുന്നതിന് മുമ്പ് തന്നെ മെമ്മറി സ്റ്റാക്കിൽ മെയിൻ ഫംഗ്ഷന് വേണ്ടി വേരിയബിൾ p2 ക്രിയേറ്റ് ആയിരിക്കുന്നു. ബാക്കി ഇതെല്ലാം നമ്മൾ കമൻറ്റ് ചെയ്തുകൊണ്ട് ഇതൊന്നും എക്സിക്യൂട്ട് ആവില്ല. ഇങ്ങനെ // രണ്ടെണ്ണം കൊടുത്താൽ ആ ലൈൻ കമൻ്റ് ആയി എന്നർത്ഥം. അതൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, ജസ്റ്റ് കമൻറ്റ് മാത്രമാണ്. അത് വാല്യുബിൾ സ്റ്റേറ്റ്മെൻ്റ് അല്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എക്സിക്യൂട്ട് ആവുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ p2 എന്നുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിരിക്കുന്നു. p2-ൽ ഫസ്റ്റ് വാല്യൂ ഒരു പോയിൻ്റർ ആണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഇൻറ്റീജർ സ്റ്റാർ പോയിൻ്റർ ആണ് ഇവിടെ ക്രിയേറ്റ് ആയിട്ട് ഉണ്ടാകുന്നത്. ഇവിടെ ഒരു ഇൻറ്റീജർ ടൈപ്പിലുള്ള വാല്യൂവും ടൈപ്പും ക്രിയേറ്റ് ആയിരിക്കുന്നു. അത് ഇനീഷ്യലൈസ് ആയിട്ടില്ല, പക്ഷെ ഇത്രയും പ്രോഗ്രാമിന് ഓൾറെഡി മനസ്സിലായിരിക്കുന്നു. ബാക്കി നമ്മൾ ഇവിടെ ഈ പ്രോഗ്രാമിൽ വേരിയബിൾസ് ഒന്നും ഡിക്ലെയർ ചെയ്യാത്തതുകൊണ്ട്
അതൊന്നും ക്രിയേറ്റ് ആയിട്ടില്ല, ആകെ ക്രിയേറ്റ് ആയത് ഇത് മാത്രമാണ്. ഇനി നമുക്ക് എക്സിക്യൂഷൻ സ്റ്റാർട്ടാകാം. സ്റ്റാർട്ടാകുമ്പോൾ നേരെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ തന്നെയാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. മെയിനിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ഇവിടെ നമ്മൾ മെമ്മറിയോട് ചോദിച്ച് ഒരു എംലോക്ക് വിളിച്ച് ഒരു ഹീപ്പ് ലൊക്കേഷൻ ചോദിച്ച് വാങ്ങിയിരിക്കുന്നു. അതൊരു ഇൻറ്റീജർ സ്റ്റാർ സൈസ് ഓഫ് ഇൻ്റ് ആണ്. ഇൻറ്റ് ടൈപ്പാണ് ഇതിൽ സ്റ്റോർ ആകുന്നത്. ഇൻറ്റീജറിൻ്റെ സൈസിലുള്ള ഒരു അറേയാണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. അതിൻ്റെ അഡ്രസ്സിലേക്കാണ് ഈ പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്നത്. ഇത്രയും വന്നു. അതിനുശേഷം ഇതാണ് നെക്സ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ആകുന്നത്. ഇതെന്ന് പറയുന്നത് p.x. p.x എന്ന് പറയുന്നത് ഇവിടെയാണ്. p2.x ഇതാണ് p2.x. p2.xലിരിക്കുന്നത് ഒരു പോയിൻ്ററാണ്. അതിന് ഡീറെഫറൻസ് സ്റ്റാർ ഓപ്പറേറ്റർ ഉപയോഗിച്ചാൽ അത് പോയിൻ്റ് ചെയ്യുന്ന വാല്യൂ എന്താണെന്നുള്ളതാണ്. ഇവിടേക്കാണ് അത് പോയിൻ്റ് ചെയ്യുക. അപ്പോൾ അതിലേക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 8 ഇവിടേക്ക് സ്റ്റോർ ചെയ്യണം എന്നാണ് ഇതിനർത്ഥം. നമുക്ക് നോക്കാം. 8 സ്റ്റോറായി. പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് p2.x സ്റ്റാർ ഉപയോഗിച്ചപ്പോൾ ഇതിലെ വാല്യൂ പ്രിൻ്റായി. p2.y ഉപയോഗിച്ചപ്പോൾ ഇതിലെ വാല്യൂ പ്രിൻ്റായി വന്നിരിക്കുന്നു. സിമ്പിളാണ് പ്രോഗ്രാം. ഓൺലി ഡിഫറൻസ് നമ്മളിവിടെ ഇൻറ്റീജർ പോയിൻ്റർ ഉപയോഗിച്ചിരിക്കുന്നു. മറ്റൊരു തരത്തിൽ ഇതിനെ ആക്സസ് ചെയ്യാവുന്നത് നമുക്കൊരു സ്ട്രക്ട് സ്റ്റാർ പോയിൻ്റർ സ്ട്രക്ട് പോയിൻ്റ് സ്റ്റാർ എന്നാൽ പോയിൻ്റ് ടൈപ്പിലുള്ള ഒരു പോയിൻ്ററാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഡിക്ലറേഷനാണ് p1 ആണ് ആ പോയിൻ്റർ വേരിയബിൾ നെയിം. ഇവിടെ നമ്മൾ പണ്ടത്തെ പോലെ തന്നെ p2 ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യുന്നത് p2വിൻ്റെ അഡ്രസ്സ് p1ലേക്ക് മാറ്റുന്നു. കാരണം p1 ഒരു പോയിൻ്റർ ആണെന്നറിയാം. ആ പോയിൻ്റർ ഒരു സ്ട്രക്ട് പോയിൻ്റ് എന്നുള്ള ടൈപ്പിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന പോയിൻ്ററാണ്. അതുകൊണ്ട് തന്നെ p2 ആ ടൈപ്പ് ആയതുകൊണ്ട് അതിൻ്റെ അഡ്രസ്സ് ഇതിലേക്ക് അസൈൻ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് പണ്ട് കമൻറ്റ് ചെയ്തത് അൺകമൻറ്റ് ചെയ്ത് ഇത് കമൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ p2വിൻ്റെ അഡ്രസ്സ് p1ലേക്ക് മാറ്റുന്നു. അതിനുശേഷം ഇവിടെ ചെയ്തിരിക്കുന്നത് p1 ഇങ്ങനൊരു ആരോ ഓപ്പറേറ്റർ x എന്ന് പറഞ്ഞിട്ട് സ്റ്റാർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഡോട്ട് ഓപ്പറേറ്ററാണ് ഉപയോഗിച്ചത്. p1 അതിൻ്റെ അഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ p1 ആരോ ഓപ്പറേറ്റർ ഉപയോഗിച്ചും ഈ എക്സിലേക്ക് പോയിൻ്റ് ചെയ്യാം. ഞാൻ 8 അസൈൻ ചെയ്ത് നോക്കുന്നു ആ ലൊക്കേഷനിലേക്ക്. അതിനുശേഷം ഇവിടെ അത് പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇത് എക്സിക്യൂഷൻ ടൈമിൽ എന്തെല്ലാം വാല്യൂസാണ് പ്രിൻ്റ് ആവുന്നത് നോക്കാം. ഓക്കെ, സ്റ്റാർട്ടിങ് നേരത്തെ പോലെ തന്നെ ഒരു p2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിരിക്കുന്നു. ഇതാണ് p2. കൂടാതെ p1 എന്ന് പറയുന്ന ഒരു പോയിൻ്ററും ക്രിയേറ്റ് ആയിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. നേരെ ഇവിടേക്ക് വന്നിരിക്കുന്നു. ഇവിടെ വെച്ച് ഒരു ഹീപ്പ് മെമ്മറി അലോക്കേറ്റ് ആവേണ്ടതാണ്. കൂടാതെ വാല്യൂവും അസൈൻ ആവേണ്ടതാണ്. ഇവിടെ y വാല്യൂ 34 ആയിട്ട് അസൈൻ ആയി. ഇതൊരു പോയിൻ്ററും ക്രിയേറ്റ് ആയി. ഇവിടെ വെച്ച് p2വിൻ്റെ അഡ്രസ്സ്, അതായത് ഈ അഡ്രസ്സ് p1ലേക്ക് മാറ്റുകയാണ്. നമുക്ക് നോക്കാം. p1ൻ്റെ അഡ്രസ്സ് ഇതിലേക്ക് തന്നെയാണ്, ഫസ്റ്റ് ഫീൽഡിൻ്റെ അഡ്രസ്സിലോട്ട് തന്നെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. അതിനെ സ്റ്റാർ വെച്ച്
ഡീറെഫറൻസ് ചെയ്യുമ്പോൾ ഇവിടേക്ക് പോയിൻ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം P1 ഒരു സ്ട്രക്ട് പോയിൻ്ററാണ്. അതുകൊണ്ട് ഈ ഓപ്പറേറ്റർ ഉപയോഗിക്കണം. 8 അസൈനായി. അതിനുശേഷം നമ്മളത് ആ വാല്യൂസ് പ്രിൻ്റ് ചെയ്യുന്നു. പ്രിൻ്റ് ചെയ്യുമ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മുമ്പ് നമ്മൾ ചെയ്തത് ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് എടുത്തത്. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ നമ്മൾ ആരോ ഓപ്പറേറ്റർ ഉപയോഗിച്ച് എടുക്കുന്നു. ഈ P1 ആരോ ഓപ്പറേറ്റർ ഉപയോഗിച്ചാണ് വൈയിലെ വാല്യൂവും കിട്ടുക, കാരണം ഇതൊരു P1 ഒരു പോയിൻ്ററാണ്. 8ഉം 34ഉം പ്രിൻ്റ് ആയിരിക്കുന്നു. ഇത്രയാണ് ഇതിൽ ഉദ്ദേശിച്ചിരുന്നത്. പ്രോഗ്രാം ഒന്നും കൂടി നോക്കാം. നമ്മളൊരു സ്ട്രക്ട് പോയിൻ്റർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു ഇവിടെ. വേറൊരു P2 എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഇനീഷ്യലൈസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തു. P2വിൻ്റെ അഡ്രസ് P1 മൂവ് ചെയ്തു, കാരണം ഒരു പോയിൻ്റർ ആയതുകൊണ്ട് P2വിൻ്റെ അഡ്രസ്സിലേക്ക് മൂവ് ചെയ്യാം. അതിനുശേഷം ഈ വാല്യൂ അസൈൻ ചെയ്യുന്നത് ഈ ആരോ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ്. P1 ആരോ ഓപ്പറേറ്റർ X എന്ന് പറയുമ്പോൾ ഇവിടേക്ക് പോയിൻ്റ് ആകും, സ്റ്റാർ ഉപയോഗിക്കുമ്പോൾ ഇതിലേക്ക് പോയിൻ്റ് ആകും. ഈ 8 എന്ന വാല്യൂ അസൈനായി, പിന്നെ അത് പ്രിൻ്റ് ചെയ്യുന്നു. ഓക്കെ, മറ്റൊരു എക്സാമ്പിളും കൂടി നോക്കാം. ഇതിൽ 3 ഫീൽഡ്സാണ് ഉള്ളത് ഈ പോയിൻ്റ് എന്നുള്ള സ്ട്രക്ചറിൽ. ഒന്ന് എക്സ്, വൈ, മറ്റൊന്നൊരു ഫങ്ഷൻ പോയിൻ്റർ. ഫങ്ഷൻ പോയിൻ്റർ എന്ന് പറയുമ്പോൾ ഈ ഫങ്ഷൻ്റെ അഡ്രസ്സാണ് ഇവിടെ പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഈ സ്ട്രക്ചറിലെ മൂന്നാമത്തെ ഫീൽഡ്. ഇങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ്. ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇൻറ്റീജർ ആയിരിക്കും. ഇതൊരു ഫങ്ഷൻ പോയിൻ്ററാണ് എന്ന് കാണിക്കാൻ വേണ്ടി സ്റ്റാർ ഫങ്ഷൻ നെയിം ബ്രാക്കറ്റ്. ഇതാണ് എൻ്റെ ഡെഫിനിഷൻ. ഇൻറ്റീജർ ഒരു ഇൻറ്റീജർ ആക്കി റിട്ടേൺ ആകുന്നത്. ആഡ് എന്നാണ് ഫങ്ഷൻ നെയിം. ഇതിലേക്ക് പാസ് ചെയ്യുന്നത് സ്ട്രക്ട് പോയിൻ്റർ സെൽഫ്. ഇതാ സെൽഫ് എന്നുള്ളത് വേരിയബിൾ നെയിമാണ്. സെൽഫ് എന്നുള്ളതിന് പോലെ നിങ്ങൾക്ക് ഏത് നെയിം കൊടുക്കാം, BCD എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിനർത്ഥം നമ്മൾ ഇവിടേക്ക് ഈ ആഡ് എന്നുള്ള ഫംഗ്ഷന് പാസ് ചെയ്യുന്നത് ഒരു സ്ട്രക്ചറിൻ്റെ ഒരു പോയിൻ്റർ ആയിരിക്കും. ഓക്കെ, ഇത്രയും മനസ്സിലാക്കിയെങ്കിൽ പോയിൻ്റർ കുറച്ച് വരുന്നുണ്ട്. പോയിൻ്റർ ഒന്നുമില്ല, ഒരു അഡ്രസ് ആണ് പോയിൻ്റർ. മറ്റൊരു വേരിയബിളിൻ്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിളാണ് പോയിൻ്റർ. പക്ഷെ ആ അഡ്രസ് ഏത് ടൈപ്പിലാണ് എന്നുള്ളത് നോക്കി ഇവിടെ നമ്മൾ ഒരു സ്ട്രക്ട് പോയിൻ്റ്, ഇതാണ് ടൈപ്പ്, ഇത് പോയിൻ്റാണ് ഇതിൻ്റെ ടൈപ്പ്. അതുകൊണ്ട് അതിൻ്റെ പോയിൻ്ററാണ്, അതിൻ്റെ അഡ്രസ്സാണ് ഇതിലേക്ക് ഈ ആഡ് എന്ന ഫംഗ്ഷന് പാരാമീറ്ററായി പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത്. ഒരു ഇൻറ്റീജറാണ് ഈ ആഡ് ഫംഗ്ഷന്, ഇൻറ്റീജർ പോയിൻ്റർ ആണെങ്കിൽ ഇൻറ്റ് സ്റ്റാർ എന്ന് കൊടുക്കുമായിരുന്നു. വെറും ഇൻറ്റീജറാണ് ഈ ആഡിന് പാസ്സാകുന്നതെങ്കിൽ ഇൻറ്റ് സെൽഫ് എന്ന് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഒരു സ്ട്രക്ട് പോയിൻ്ററാണ്. അതുകൊണ്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നു. ഇവിടെ നേരത്തെ കണ്ടതുപോലെ തന്നെ ആരോ ഓപ്പറേറ്റർ ഉപയോഗിച്ച്
രണ്ട് ഫീൽഡിലെ എക്സും വൈ എന്നീ ഫീൽഡുകളിലെ വാല്യൂ എടുക്കുന്നു, അത് സം ചെയ്ത് റിട്ടേൺ ചെയ്യുന്നു. ഇനി മെയിൻ ഫംഗ്ഷനിലേക്ക് വന്നാൽ സ്ട്രക്ട് പോയിന്റ് സ്റ്റാർ p1, ഇവിടെയാണ് ഒരു സ്ട്രക്ചർ പോയിന്റ് ടൈപ്പിലുള്ള സ്ട്രക്ചറിൻ്റെ ഒരു പോയിൻ്ററാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ നെയിം p1, ആ പോയിൻ്ററിൻ്റെ പേരാണ് p1. പിന്നീട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ സ്ട്രക്ട് പോയിന്റ് p3 എന്നുള്ളൊരു p3 എന്ന് പറഞ്ഞൊരു സ്ട്രക്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, പോയിന്റ് സ്ട്രക്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ 45 ആണ് എക്സിൻ്റെ വാല്യൂ, 56 വൈയുടെ വാല്യൂ. ആഡ് ആണ് ഈ തേർഡ് ആഡ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ്റെ അഡ്രസ്സായിട്ട് വരും. ഈ ചുമ്മാ നമ്മളൊരു ഫംഗ്ഷന് അഡ്രസ് ഫംഗ്ഷൻ നെയിം പാസ് ചെയ്താൽ ഫംഗ്ഷൻ്റെ അഡ്രസ്സാണ് പാസ്സാവുന്നത്. നമുക്കത് വിഷ്വലൈസ് ചെയ്ത് കാണാം. അപ്പോൾ ഇത്രയും ആണ് ഫസ്റ്റ് ഈ ഒബ്ജക്റ്റിൽ ക്രിയേറ്റ് ആകുന്നത്. അതിനുശേഷം p3യുടെ അഡ്രസ് p1ലേക്ക് സ്റ്റോർ ചെയ്യുന്നു, കാരണം p1 ഒരു പോയിൻ്ററാണ്, സ്ട്രക്ട് പോയിൻ്ററാണ്. അതുകൊണ്ട് p1ലേക്ക് സ്റ്റോർ ചെയ്തു. അതിനുശേഷം ആഡ് p1 എന്ന് പറയുന്നതാണ് സ്ട്രക്ട് പോയിൻ്റർ, അതുകൊണ്ട് p1 ആണ് ഇവിടെ റിസീവ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് p1 ഇതിലേക്ക് പാസ് ചെയ്ത് p1 ഈ ആരോ ഓപ്പറേറ്റർ എക്സ് പ്ലസ് p1 ആരോ ഓപ്പറേറ്റർ വൈ, അതാണ് ഇവിടെ ആക്ച്വലി നടക്കുക. അത് കാൽക്കുലേറ്റ് ചെയ്ത് റിട്ടേൺ ആയി ഇതിൻ്റെ സം റിട്ടേൺ ചെയ്ത് വരുന്നു. ആ റിട്ടേൺ ചെയ്യുന്ന സം എയിൽ സ്റ്റോർ ചെയ്യുന്നു, എ ആണ് പ്രിൻ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ കണ്ടതുപോലെ തന്നെ ഇവിടെ ഒരു p1 പോയിൻ്റർ ക്രിയേറ്റ് ആയിരിക്കുന്നു. ഒരു സ്ട്രക്ചറും സ്ട്രക്ട് പോയിൻ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറും ക്രിയേറ്റ് ആയിരിക്കുന്നു. അതിൻ്റെ സ്ട്രക്ചറിൽ ഫസ്റ്റ് ഫീൽഡ് എക്സ്, സെക്കൻഡ് ഫീൽഡ് വൈ, മൂന്നാമത്തെ ഫീൽഡ് ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പോയിൻ്ററാണെന്നും ഇത് പ്രോഗ്രാമിന് മനസ്സിലായിരിക്കുന്നു. മൊത്തം ഈ സ്ട്രക്ചറിൻ്റെ p3 എന്നാണ് വേരിയബിൾ, അതാണ് ഒബ്ജക്റ്റ്. ഇതിന് ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം. അതിനുശേഷം ഇതിൻ്റെ അഡ്രസ് p3യുടെ അഡ്രസ് p1ലേക്ക് സ്റ്റോർ ചെയ്യുന്നു, ഈ പോയിൻ്ററിലോട്ട്. ആഡ് p1 പാസ് ചെയ്ത് ആഡ് എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. നോക്കാം എക്സിക്യൂഷൻ ഫ്ലോ. എയും ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഫ്ലോ നോക്കുമ്പോൾ ഇവിടെ ഇനീഷ്യലൈസ് ആയി, ആഡ് എന്നുള്ള പോയിൻ്റും ക്രിയേറ്റ് ആയി. p1 ഈ സ്ട്രക്ചറിൻ്റെ ഫസ്റ്റ് ഫീൽഡിൻ്റെ അഡ്രസ്സിലോട്ട് പോയിൻ്റായി. ഫസ്റ്റ് ഫീൽഡ് വാല്യൂയിലേക്ക് പോയിൻ്റായി. അതിനുശേഷം നമ്മളിവിടെ ആഡ് ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണ്. ആഡ് ഫംഗ്ഷൻ ഒരു സെപ്പറേറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എല്ലാ ഫംഗ്ഷനും സെപ്പറേറ്റ് സ്റ്റാക്ക് ക്രിയേറ്റ് ആകും. ഇതാണ് ഈ സ്റ്റാക്ക് ക്രിയേറ്റ് ആയത്. ഈ സ്റ്റാക്കിൽ നമുക്ക് ആകെ കിട്ടിയത് സെൽഫ് എന്ന് പറയുന്ന ഒരു പോയിൻ്ററാണ് ഇതിനുള്ളത് എന്ന് മനസ്സിലായി. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ സ്ട്രക്ചറിൻ്റെ ഒരു അഡ്രസ്സാണ് കിട്ടിയത്. അതാണ് അഡ്രസ്സ് കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ആരോ മാർക്കിൽ പോയിൻ്റ് ആകുന്നത്. ഇപ്പോൾ സെൽഫ് എന്ന് പറയുന്നത് ഈ അഡ്രസ്സാണ്, ഈ സ്ട്രക്ട് പോയിൻ്റിൻ്റെ അഡ്രസ്സ്. വീണ്ടും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 101 കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. 45 + 56 കാൽക്കുലേറ്റ് ചെയ്ത് എയിലേക്ക് വരുന്നു. എ പ്രിൻ്റ് എഫ് വെച്ച് പ്രിൻ്റ് ചെയ്യുന്നു. ഇതാണ് ഓവറോൾ സ്ട്രക്ട് കീവേഡ് സ്ട്രക്ചർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന മിനിമം ബേസിക് തിങ്സ്, ഫങ്ഷനാലിറ്റീസ്. തൽക്കാലം സിയിലെ ഒബ്ജക്ട്സും സ്ട്രക്ചറും ഇവിടെ വെച്ച്
നിർത്താം. നമുക്ക് പൈത്തണിൽ എങ്ങനെയാണ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഓക്കെ, ഇനിയിപ്പോൾ ഇത്രയും വേണ്ട. Control X. ഇത്രയും നോക്കാം. ക്ലാസ് എന്ന കീവേഡ് ഉപയോഗിച്ചിട്ടാണ് സ്ട്രക്ചറിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് മുമ്പ് a equal to 1 2 3 എന്നുള്ളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ക്ലാസ് എന്ന് ഉപയോഗിച്ച് ഒരു ലിസ്റ്റ് നമ്മൾ കഴിഞ്ഞൊരു പ്രീവിയസ് വീഡിയോയിൽ കണ്ടതാണ്. എങ്കിലും ലിസ്റ്റ് നമുക്ക് ഒന്നും കൂടി ഒന്ന് കവർ ചെയ്യാം. ഇതിൽ ക്ലാസ് എന്ന കീവേഡ് ഉപയോഗിച്ച് ഒരു ക്ലാസ് ആണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്താണ് ക്ലാസ് എന്ന് നോക്കാം. അതിനകത്തൊരു ഡെഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ ഡെഫിനിഷൻ ചേഞ്ച് നെയിം എന്നാണ് ഫംഗ്ഷൻ നെയിം. ഇതിൽ നമ്മൾ സെൽഫ്, ന്യൂ നെയിം ഇത് രണ്ട് പാരാമീറ്ററുകളാണ് കിട്ടുന്നത്. സെൽഫ് ഡോട്ട് നെയിം വെച്ച് ഈ പാരാമീറ്ററായി പാസ് ചെയ്ത് കിട്ടിയ നെയിം സെൽഫ് ഡോട്ട് നെയിമിലോട്ട് അസൈൻ ആകുകയാണ്. ഇവിടെ നെയിം കൊടുക്കാം. ഇങ്ങനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്താൽ ആ ക്ലാസ് നെയിം ഉപയോഗിച്ച് നമുക്ക് ഒരു പാരാമീറ്റർ പാസ് ചെയ്യാവുന്നതാണ്. നോക്കാം, വിഷ്വലൈസ് ചെയ്ത് നോക്കാം. ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഒന്നും ക്രിയേറ്റ് ആയിട്ടില്ല. പൈത്തണിൽ ഒന്നും ക്രിയേറ്റ് ആവുകയില്ല. ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ആണ്. എ എന്ന് പറയുന്ന ലിസ്റ്റ് ക്രിയേറ്റ് ആയിരിക്കുന്നു. ലിസ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി. ഇവിടെ അതിൽ 1 2 3 എന്നീ വാല്യൂസ് സ്റ്റോർ ആയിരിക്കുന്നു. പിന്നീട് ക്ലാസ് ആണ് ഇവിടെ എക്സിക്യൂട്ട് ആകുന്നത്. നെയിം ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, നെയിം എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ആവണം. സ്നേക്കിൻ്റെ പേര് പൈത്തൺ കൊടുത്ത് ഒന്നും കൂടി ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ
നമുക്കൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി. സ്നേക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു അഡ്രസ്സായി. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷൻ. അതിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്ത ടൈപ്പുകൾ ഉണ്ടായിരിക്കും, ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കും. ഇതിൽ ഫസ്റ്റ് നമ്മൾ ലിസ്റ്റ് ഡിഫൈൻ ചെയ്തപ്പോൾ ലിസ്റ്റിനകത്ത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി. ലിസ്റ്റ് തന്നെ ഒരു ഒബ്ജക്റ്റ് ആയതുകൊണ്ട് അത് ക്രിയേറ്റ് ആയി. ഇപ്പം ചില കേസുകളിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഒബ്ജക്ട്സ് മൊത്തത്തിൽ ഒരു മെമ്മറി കമ്പൈൻ ചെയ്തൊരു ഒബ്ജക്റ്റായി ക്രിയേറ്റ് ചെയ്യണമായിരിക്കും. അങ്ങനത്തെ യൂസ് കേസുകളിൽ നമുക്ക് ക്ലാസ് ഉപയോഗിക്കാം. ക്ലാസ്സിനകത്ത് എനിക്ക് സ്നേക്ക് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ഒരു നെയിം വേണം. അതുകൂടാതെ അത് അതിന് നെയിം ചേഞ്ച് ചെയ്യാനുള്ള ഒരു മെത്തേഡും വേണം. ഈ ക്ലാസ്സിനകത്ത് നമ്മൾ എഴുതുന്ന ഫങ്ഷൻസിനെയാണ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും വേണം. അതിന് നമുക്കിങ്ങനെ ഈ സിൻറ്റാക്സിൽ ക്ലാസ് ഡിഫൈൻ ചെയ്യാം. ഇതാണ് ക്ലാസ് ഡെഫിനിഷൻ. ഈ ലൈൻ എക്സിക്യൂട്ട് ആയപ്പോൾ നമുക്ക് കിട്ടിയത് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റാണ്. ഒബ്ജക്റ്റിൽ ചേഞ്ച് നെയിം എന്ന് പറയുന്നത് ഒരു ഫങ്ഷൻ. അതിനുശേഷം നെയിം എന്ന് പറയുന്ന വേറൊരു ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിൽ ഇനീഷ്യലൈസ് ആയിരിക്കുന്നത് പൈത്തൺ എന്ന സ്ട്രിങ് ആണ്. അപ്പോൾ ഒരു സ്ട്രിങ് ഒബ്ജക്റ്റാണത്. അതിനുശേഷം നമ്മൾ ഇവിടെയാണ് രണ്ടാമത് സ്നേക്ക് എന്ന് പറയുന്ന ക്ലാസ് ആണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. S1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് നമുക്ക് നോക്കാം. ഒബ്ജക്റ്റ് പാരാമീറ്റർ എടുക്കുന്നതല്ല എന്നാണ് പറഞ്ഞിരുന്നത്. നമുക്ക് ഈ പാരാമീറ്റർ ഡിലീറ്റ് ചെയ്യാം. കറക്റ്റാണ്, ഒബ്ജക്റ്റ് പാരാമീറ്റർ എടുക്കില്ല. ഓക്കെ, ആ എറർ എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിന് പാരാമീറ്റർ ഒന്നും റിസീവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ആ എറർ ഉണ്ടായിരുന്നത്. അത് നമ്മൾ പാസ് ചെയ്ത പാരാമീറ്റർ സ്ട്രിങ് ഒഴിവാക്കിയിട്ട് നമുക്കൊന്നും കൂടി എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ലിസ്റ്റ് ക്രിയേറ്റ് ആയി, സ്നേക്ക് ക്ലാസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി, സ്നേക്ക് ക്ലാസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി. S1 എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻസ്, ഈ ഒബ്ജക്റ്റിൻ്റെ ഒരു ഇൻസ്റ്റൻസും കൂടി ക്രിയേറ്റ് ആയി. ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ക്ലാസിൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആയി എന്ന് പറയാം. അതാണ് SN1. ആ ക്ലാസ്സിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് ഇവിടെ പ്രിൻ്റായി വന്നിരിക്കുന്നു. ആ ക്ലാസ്സിൽ ഇത്രയും മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ്. അതിലൊരു ഇനിറ്റ് ഫങ്ഷൻ ഉണ്ട്, മെത്തേഡ് ഉണ്ട്. നമുക്കത് എന്താണെന്ന് നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ളത് തൽക്കാലം നമ്മൾ നോക്കുന്നില്ല. അത് കൂടാതെ ചേഞ്ച് നെയിം എന്ന് പറയുന്ന മെത്തേഡും ക്രിയേറ്റ് ആയിരിക്കുന്നു. ചേഞ്ച് നെയിം എന്ന് പറയുന്നത് ചേഞ്ച് നെയിം എന്ന് പറയുന്നത് അതിലെ ഒരു മെത്തേഡാണ്, ഒരു ഫങ്ഷനാണ്. ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കാം. ഈ കാണുന്നതെല്ലാം ആട്രിബ്യൂട്ട്സ് ആണ്. SN1 എന്ന് പറയുന്ന ക്ലാസ് ഇൻസ്റ്റൻസിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് ഇതെല്ലാം. ക്ലാസ് ഇൻസ്റ്റൻസിനെ ചിലർ ഒബ്ജക്റ്റ് എന്നും വിളിക്കും. പക്ഷെ പൈത്തണിൽ എല്ലാം ഒബ്ജക്റ്റ് തന്നെയാണ്. ഇത് നമ്മൾ ക്ലാസ് എന്ന് പറയുന്ന ടെംപ്ലേറ്റ് ഉപയോഗിച്ചുണ്ടാക്കിയ ക്ലാസ് ഇൻസ്റ്റൻസ്. ക്ലാസിൻ്റെ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കാർ എന്ന് പറയുന്നത് ഒരു ക്ലാസ്സായി കരുതിയാൽ കാറിന് പല പ്രോപ്പർട്ടീസ് ഉണ്ടാകും. ആ പ്രോപ്പർട്ടീസ് വെച്ചുണ്ടാക്കുന്ന ഒരു കാറാണ് ഹോണ്ട. അങ്ങനെ പറയുന്ന പോലെയാണ് ക്ലാസ് എന്ന് പറയുന്ന പല പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് എല്ലാം ടെംപ്ലേറ്റായി ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ഒബ്ജക്റ്റാണ് SN1, ഇൻസ്റ്റൻസ് ആണ് SN1. ഓക്കെ, ചേഞ്ച് നെയിമുണ്ട്. നെയിമും അതിൻ്റെ ഒരു ആട്രിബ്യൂട്ട് തന്നെയാണ്. നെയിമും ഒരു ആട്രിബ്യൂട്ടായി വന്നിരിക്കുന്നു. ഇത്രയും
നമുക്കിതിൽ നിന്ന് കിട്ടി. ഇനി ഈ പ്രോഗ്രാമിലൊന്നും ചെയ്യുന്നില്ല, ഇത്രയും നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നുള്ളൂ. നമുക്കൊന്നും കൂടി എഡിറ്റ് ചെയ്ത് മറ്റു ചില കാര്യങ്ങൾ നോക്കാം. ഈ S1 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആയാൽ S1 ഡോട്ട് ചേഞ്ച് നെയിം Python 1. ഞാൻ അതിലെ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതാണ് അതിൻ്റെ കോളിംഗ് ഫോർമാറ്റ്. SN1 ഡോട്ട് എന്ന് കൊടുത്താൽ ഇവിടുത്തെ ഫസ്റ്റ് പാരാമീറ്റർ സെൽഫ് എന്ന് പറയുന്നത് പാസ്സാകും, SN1 ആയി പാസ്സാകും. അതായത് S1നെയാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാകും. ചേഞ്ച് നെയിമിൻ്റെ പാരാമീറ്ററായി ഈ സ്ട്രിങ്ങും പാസ്സാകും. അതിനുശേഷം ഈ പാസ് ചെയ്ത സ്ട്രിങ്ങിലേക്ക് സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ടു പൈത്തൺ എന്ന് അസൈൻ ആകും, Python 1 എന്ന് അസൈൻ ആകും. നമുക്കൊന്നുകൂടി നോക്കാം. ലിസ്റ്റ് ക്രിയേറ്റ് ആയി. പൈത്തണിലെല്ലാം ഒബ്ജക്റ്റാണ്. നമ്മൾ ഈ ഫ്രെയിമിൽ നിന്ന് ജസ്റ്റ് റെഫറൻസ് ആണ് എല്ലാ ഒബ്ജക്റ്റിലോട്ടും ഉള്ളത്. അപ്പോൾ ഇതൊരു ഹീപ്പ് മെമ്മറി ലൊക്കേഷനിലായിരിക്കും ക്രിയേറ്റ് ആകുന്നത്. അതുകൊണ്ട് ആക്ച്വലി നമ്മൾ ലൈൻ ബൈ ലൈൻ ഈ ഭാഗത്ത് സ്റ്റോർ ചെയ്യുന്നതാണ് ആക്ച്വലി പ്രോഗ്രാം ഫാസ്റ്റ് ആകുന്നതിന് നല്ലത്. പക്ഷേ പൈത്തണിൽ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ആയതുകൊണ്ട് എല്ലാം ഒബ്ജക്റ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ആകുന്നത്. ഇങ്ങനെ നമ്മൾ റെഫറൻസ് ചെയ്യുമ്പോൾ ഒരു അഡ്രസ്സാണ് ഇവിടെ സ്റ്റോർ ആകുന്നത്. ആക്ച്വലി എയിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആകുന്നത് ശരിക്കും ഹീപ്പ് മെമ്മറിയിലാണ്. അതുകൊണ്ട് പ്രോഗ്രാം എക്സിക്യൂഷന് ഒരു ഓവർഹെഡ്, ഈ പ്രോസസ്സ് ഒരു ഓവർഹെഡാണ്. ഓവർഹെഡ് ആയിരുന്നാൽ ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോട് ചോദിച്ച് മെമ്മറി ലൊക്കേഷൻ കിട്ടി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം ആ ലൊക്കേഷനിൽ. സിയിലാണെങ്കിൽ നമ്മളത് MLOC എല്ലാം വിളിച്ച് എക്സ്പ്ലിസിറ്റ്ലി വിളിച്ച് ചെയ്യണം. പൈത്തണിൽ അതൊന്നും വേണ്ട. പൈത്തണിൽ തന്നെ മെമ്മറി മാനേജ് ചെയ്ത് ഒബ്ജക്റ്റ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ എക്സിക്യൂഷൻ എല്ലാം അഡ്രസ് റെഫർ ചെയ്ത് ഇങ്ങനെ പ്രോഗ്രാം മെമ്മറിയിൽ നിന്ന് ഹീപ്പ് മെമ്മറിയിൽ പോയി തിരിച്ച് ഡാറ്റ എടുത്ത് കൊണ്ടുവരുന്നത് ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ കോൺസിക്വൻസസ് പൈത്തൺ പ്രോഗ്രാം ചിലപ്പോൾ പെർഫോമൻസ് ഇഷ്യൂസ് വരാം. പക്ഷേ ഇത് ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷനാണ്. നമുക്ക് ഉടനടി ഔട്ട്പുട്ട് എയുടെ വാല്യൂ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി ഇത് പ്രിൻറ്റ് ചെയ്താൽ ഉടനടി പ്രിൻറ്റ് ചെയ്ത് വരും. ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ആയതുകൊണ്ട് നമ്മൾ കമ്പൈൽ ചെയ്ത് ഒരു ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു കമ്പൈൽഡ് ഫയൽ ഉണ്ടാക്കി അതിനെ റൺ ചെയ്യേണ്ട ആവശ്യമില്ല. ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷനാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ഏരിയാസും അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെയാണ് സ്നേക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി, സ്നേക്ക് ക്ലാസ് ക്രിയേറ്റ് ആയി, ക്ലാസ് ഒബ്ജക്റ്റ്. ഇവിടെയാണ് ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആവുന്നത്. ഒരു അൺആർബിട്രറി അഡ്രസ്സാണ് ഇവിടെ എന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് S1 ചേഞ്ച് നെയിം എന്ന് പറയുന്ന മെത്തേഡാണ് ഇവിടെ കോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത് കോൾ ആവേണ്ടതാണ്. നോക്കാം. നോക്കൂ, ഈ ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ ഫങ്ഷൻസിനെല്ലാം സെപ്പറേറ്റ് സ്റ്റാക്ക് ഫ്രെയിം ക്രിയേറ്റ് ആകുന്നത് പോലെ തന്നെ ഒരു ഫ്രെയിം ക്രിയേറ്റ് ആയിരിക്കുന്നു. അതിനകത്ത് ഉള്ളത് സെൽഫ് എന്ന് പറയുന്ന ഒരു പോയിൻ്റർ എന്ന് പറഞ്ഞ് നമ്മളിവിടെ ആംപർസെൻ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി അത് പൈത്തൺ റെഫർ ചെയ്തെടുക്കും. സെക്കൻഡ് ന്യൂ നെയിം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാരാമീറ്ററാണ്. അതിൽ വാല്യൂ Python 1 നമ്മൾ പാസ് ചെയ്ത വാല്യൂ ആണുള്ളത്. ഇപ്പോൾ അതും പോയിൻ്റ് ചെയ്യുന്നത് ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സിലോട്ട് തന്നെയാണ്. ഇപ്പോഴാണ് സെൽഫ് ഡോട്ട് നെയിം ക്രിയേറ്റ് ആകുന്നത്. നെയിമിൽ Python 1 എന്ന് അസൈൻ ആയിരിക്കുന്നു ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആയപ്പോൾ.
ഓക്കെ, പ്രിൻറ്റ് dir ഉള്ളത് നമ്മൾ കണ്ടതാണ്. dir ഫംഗ്ഷൻ അത് ആട്രിബ്യൂട്ട്സ് എല്ലാം ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, നമുക്കൊരു സ്നേക്ക് എന്ന് പറയുന്ന ക്ലാസിൻ്റെ ടെംപ്ലേറ്റിലുള്ള ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി കിട്ടിയിരിക്കുന്നു. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് അടുത്തൊരു sn2 എന്ന് പറയുന്ന ഒരു സ്നേക്ക് ഉണ്ടാക്കണമെങ്കിൽ സിമ്പിളാണ്. ഇതേപോലെ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്താൽ മതി. Python 2 എന്ന് കൊടുക്കാം. സ്നേക്ക് 1 സ്നേക്ക് 2 രണ്ട് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആയി. അതിൻ്റെ അഡ്രസ് ഇവിടെ പോയിന്റ് മാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. S1 ഇൻസ്റ്റൻസിന് വേണ്ടി ചേഞ്ച് നെയിം കോൾ ആയിരിക്കുന്നു. സെൽഫ് എന്ന് പോയിന്റ് ചെയ്യുന്നത് ആദ്യത്തെ SN1ൻ്റെ അഡ്രസ്സിലോട്ടാണ്, ഇൻസ്റ്റൻസിൻ്റെ അഡ്രസ്സിലോട്ടാണ്. അതുകൊണ്ട് ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു നെയിം ക്രിയേറ്റ് ആകും. രണ്ടാമത് SN2 ഇതിന് വേണ്ടിയിട്ട് ഒരു നെയിം ക്രിയേറ്റ് ആയിരിക്കുന്നു. ഇത്രയാണ് പ്രോഗ്രാം. ഇനി ചില മോഡിഫിക്കേഷൻസ് എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് നോക്കാം. ഈ നെയിം ഒബ്ജക്റ്റ് നമ്മളിവിടെ ഡിലീറ്റ് ചെയ്താൽ ഈ സെൽഫ് ഡോട്ട് നെയിം ക്രിയേറ്റ് ആകുമോ എന്ന് നോക്കാം. ഇപ്പോൾ സ്നേക്ക് ക്ലാസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നെയിം ഇല്ല, കാരണം നെയിം എന്നുള്ള വേരിയബിൾ നമ്മൾ കമൻറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. പൈത്തണിൽ കമൻറ്റ് ഇങ്ങനെ ഹാഷ് സൈൻ ഉപയോഗിച്ചാണ് ആ ലൈൻ കമൻറ്റ് ചെയ്യുന്നത്. അതിനുശേഷം S1 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആയി. S2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആയി. S1 ചേഞ്ച് നെയിം, S1ന് വേണ്ടി ചേഞ്ച് നെയിം ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, മെത്തേഡ് കോൾ ചെയ്യുന്നു. മെത്തേഡ് എന്ന് വിളിക്കുക അതിനെ. ഈ മെത്തേഡിൽ ഈ പുതിയൊരു സ്റ്റാക്ക് മെമ്മറി അതിനുവേണ്ടി ക്രിയേറ്റ് ആയിരിക്കുന്നു. യെസ്, നമുക്കൊരു ഒബ്ജക്റ്റ് നെയിം ഒബ്ജക്റ്റ് ഇവിടെയും ക്രിയേറ്റ് ആയി കിട്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ സെൽഫ് ഡോട്ട് നെയിം ഉപയോഗിച്ച് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോറി, ഫീൽഡ്, ഈ ഒബ്ജക്റ്റിൻ്റെ ഫീൽഡ് അതും ഒരു ഒബ്ജക്റ്റ് തന്നെയാണ്, നെയിം ഒരു സ്ട്രിംഗ് ഒബ്ജക്റ്റ് തന്നെയാണ്, പക്ഷേ ഈ സ്നേക്ക് ഇൻസ്റ്റൻസിനകത്തുള്ള നെയിമാണിത്. സ്നേക്ക് 2 സെയിം ചേഞ്ച് നെയിം കോൾ ചെയ്ത് സ്നേക്ക് 2ന് വേണ്ടി നെയിം പ്രോപ്പർട്ടി ആട്രിബ്യൂട്ട് അതിൻ്റെ പേര് സ്ട്രിങ്ങിൽ Python 2 എന്ന് അസൈൻ ആയിരിക്കുന്നു. ഇത്രയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഇത്രയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് കോപ്പി ചെയ്ത ഈ പ്രോഗ്രാം ഒന്നും കൂടി കോപ്പി ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു നെയിം 1 ASTFGH, പിന്നെ ഇതിൻ്റെ ടൈപ്പ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നു. സ്നേക്ക് എന്ന് പറയുന്ന ക്ലാസ്, ഒരു ഇനിറ്റ് ഫങ്ഷൻ ഇവിടെ വിളിച്ചിരിക്കുന്നു. അതിനുശേഷം അതിൻ്റെ ടൈപ്പ് പ്രിൻ്റ് ചെയ്യുന്നു. വീണ്ടും ഇവിടെ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. മെത്തേഡിൽ ബേസിക്കലി നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ ചെയ്തത് തന്നെയാണ് ഇവിടെ ചെയ്തത്. നെക്സ്റ്റ് ആയി ഈ ഫീൽഡിനെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ
ഉദ്ദേശിക്കുന്നു. അതിനുശേഷം പുതിയൊരു ഒബ്ജക്റ്റ് നെയിം 1 എന്ന് പറയുന്ന ഇവിടെ ഒരു ഗ്ലോബൽ വേരിയബിളും ഇവിടെ നെയിം 1 എന്ന് പറയുന്ന മറ്റൊരു വേരിയബിളും സെയിം നെയിമാണ്, പക്ഷെ സെൽഫ് ഡോട്ട് ഇതിനകത്താണ്, ഈ ക്ലാസ്സിനകത്താണ്. അപ്പോൾ അത് മറ്റൊരു ഒബ്ജക്റ്റായി ക്രിയേറ്റ് ചെയ്യുകയോ ഇതും തമ്മിൽ ക്ലാഷ് ചെയ്യുമോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലാഷ് ചെയ്യില്ല, അത് അതിൻ്റെ ഡിഫറൻസ് കാണിക്കാനാണ് ഇവിടെ വീണ്ടും ഇത് കൊടുത്തത്. അതിൻ്റെ ടൈപ്പ് പ്രിൻ്റ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ ചെയ്തതെല്ലാം സെയിം ഒബ്ജക്റ്റ് ക്രിയേഷൻ, അതിൻ്റെ ആട്രിബ്യൂട്ട്സ് പ്രിൻറ്റിങ്, പിന്നെ ചേഞ്ച് നെയിം, ഈ മെത്തേഡ് കോളിംഗ്, വീണ്ടും ആട്രിബ്യൂട്ട് ടൈപ്പ് പ്രിൻ്റ് ചെയ്ത് നോക്കുന്നു. SN1ൻ്റെ ബേസിക്സ് ആണ് എല്ലാം. ഓക്കെ, SN2 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് സ്നേക്ക് എന്ന് പറഞ്ഞിട്ട് സെയിം തിങ് തന്നെ ചെയ്യുന്നു. നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ ഫ്രെയിമിൽ ഒന്നുമില്ല, പൈത്തണിൽ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷനാണ്. നെയിം 1 ASTF എന്ന് വന്നിരിക്കുന്നു. അതിൻ്റെ ടൈപ്പ് ഒരു സ്ട്രിങ് ടൈപ്പാണ്, അത് പ്രിൻ്റ് ചെയ്തു. പിന്നെ ഒരു ക്ലാസ് ആണ് ഇത്രയും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ രണ്ട് മെത്തേഡാണ് ഉള്ളത്, ഒരു ഇനിറ്റ് മെത്തേഡും ഒരു ചേഞ്ച് നെയിം മെത്തേഡും നമുക്ക് നോക്കാം. പിന്നെ ഒരു നെയിം എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടും നോക്കാം. ഓക്കെ, നമുക്കിവിടെ ഇത്രയും സാധനങ്ങൾ കിട്ടി. ഇനിറ്റ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഒബ്ജക്റ്റ്, ചേഞ്ച് നെയിം എന്ന് പറയുന്ന ഫങ്ഷൻ ഒബ്ജക്റ്റ്, നെയിം എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്, അത് സ്ട്രിങ് ഒബ്ജക്റ്റ്, ഇത് ഫങ്ഷൻ ഒബ്ജക്റ്റ്. ഓക്കെ, അത്രയുമാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തത് മാത്രമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഒരു സ്നേക്കിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഇനിറ്റ് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഇനിറ്റ് ഫങ്ഷൻ കോളാകും. ഈ സ്നേക്ക് ക്ലാസ് നെയിം വിളിച്ച് കോൾ ചെയ്യുമ്പോൾ ഇനിറ്റ് ഫങ്ഷനാണ് കോൾ ആകുന്നത്. ആക്ച്വലി നമുക്ക് നോക്കാം അതെങ്ങനെ കോൾ ആകുമെന്ന്. ഇത് ഇനിറ്റ് ഫങ്ഷൻ കോളായി. നമ്മളിവിടെ ഇനിറ്റ് ഫങ്ഷൻ കോൾ ചെയ്യണമെന്ന് എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടില്ലായിരുന്നു, എങ്കിലും ഇങ്ങനെ കോൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് കോൾ ആകുന്നത് ഇനിറ്റ് ഫങ്ഷനാണ്. അതിനകത്ത് സെൽഫ് നമ്മൾ ഇവിടെ നിന്ന് S1 ക്രിയേറ്റ് ആകാൻ പോകുന്ന ഒബ്ജക്റ്റിൻ്റെ ഇൻസ്റ്റൻസിൻ്റെ അഡ്രസ്സ് പാസ് ചെയ്യും. ഇൻസ്റ്റൻസ് ആണ് സെൽഫ്. സെൽഫ് ഡോട്ട് നെയിം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ്. നമുക്ക് നോക്കാം എന്താണ് ക്രിയേറ്റ് ആകുന്നതെന്ന്. നമ്മൾ പാസ് ചെയ്ത ഈ വേരിയബിൾ ഈ നെയിമിലേക്ക് വന്ന് ആ നെയിമിനെ സെൽഫ് ഡോട്ട് നെയിമാക്കി മാറ്റിയിരിക്കുന്നു. ഇനി നമുക്കൊന്നും കൂടി ഒന്ന് ചേഞ്ച് നോക്കാം. ന്യൂ നെയിം, എനിക്കിത് ന്യൂ നെയിമായി ഡിഫൈൻ ചെയ്യണം. ഇവിടെ ഓൾറെഡി ഒരു നെയിം ഉണ്ട്. ഇത് ന്യൂ നെയിം ആണ് നമ്മൾ പാരാമീറ്റർ ആയിട്ട് യൂണിറ്റിന് പാസ് ചെയ്യുന്നത്. എക്സിക്യൂഷൻ ഒന്നും കൂടി നോക്കാം. കണ്ടതാണ് സ്ട്രിങ് ഒബ്ജക്റ്റ്, ക്ലാസ് ഒബ്ജക്റ്റ് സെയിം. ഈ നെയിം പ്രോപ്പർട്ടി ആട്രിബ്യൂട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്, പൈത്തൺ എന്ന് പറഞ്ഞ് ഇനീഷ്യലൈസ് ആയി. എങ്കിലും ഇനിറ്റ് വിളിക്കുമ്പോൾ എന്താണ് നടക്കുന്നത് നോക്കാം. S1 സ്നേക്ക് പാരാമീറ്ററായി PISDS ഒരു സ്ട്രിങ് ജസ്റ്റ് പാസ് ചെയ്യുന്നു. ഇനിറ്റ് ഫംഗ്ഷൻ്റെ ഫ്രെയിം സ്റ്റാക്ക് മെമ്മറി ക്രിയേറ്റ് ആയി. നെയിം PISDA എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ആയിരിക്കുന്നു. ഇനി അത് ഈ ഇൻസ്റ്റൻസിന് വേണ്ടി ക്രിയേറ്റ് ആയതാണ്. ഈ നെയിം ഇപ്പോഴും പൈത്തൺ തന്നെയാണ്, മാറിയിട്ടില്ല. പിന്നെ നമ്മൾ അതിൻ്റെ ആട്രിബ്യൂട്ട് ഒന്ന് പ്രിൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതെല്ലാമാണ് ആട്രിബ്യൂട്ട്സ്. നോക്കാം ഇതിലെന്തൊക്കെയുണ്ടെന്ന്. ചേഞ്ച് നെയിമുണ്ട്, സൈസ് ഓഫ് റെഡ്യൂസ്, ഇതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല, പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കാൻ വേണമെങ്കിൽ. നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റൊരു പ്രോപ്പർട്ടി ഇനിറ്റ് ആണ്, അതിവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. dir എല്ലാം ഉള്ളതാണ്, നമ്മൾ അതാണ് ഉപയോഗിച്ചത്.
ഇനിറ്റ് ഉണ്ട്. ഇനിറ്റാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, S1 ചേഞ്ച് നെയിം എന്ന് വിളിച്ച് നോക്കാം. ന്യൂ പൈത്തൺ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ന്യൂ പൈത്തനായി പാസ്സായിരിക്കുന്നു. പുതിയ സ്റ്റാക്ക് മെമ്മറി ക്രിയേറ്റ് ആയി ചേഞ്ച് നെയിം എന്ന ഫംഗ്ഷന് മെത്തേഡിന് വേണ്ടി. ന്യൂ നെയിം സെൽഫ് ഡോട്ട് നെയിമിലോട്ട് ന്യൂ നെയിം, അതായത് ന്യൂ പൈത്തൺ എന്ന് പറയുന്ന സ്ട്രിങ് പാസ്സായി. ഇത് ചേഞ്ച് ആയിരിക്കുന്നു ഇൻസ്റ്റൻസിലെ വാല്യൂ. അതിനുശേഷം ഒരു നെയിം 1 ന്യൂ നെയിം പ്ലസ് നവീൻ, പുതിയൊരു നെയിം 1 ക്രിയേറ്റ് ആയിരിക്കുന്നു ഈ ഫംഗ്ഷനകത്ത്. അതാണ് നെയിം 1. ഇപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ ഗ്ലോബൽ സ്കോപ്പിൽ ഒരു നെയിം 1 ഓൾറെഡി ഉണ്ട്, പക്ഷെ ലോക്കൽ ചേഞ്ച് നെയിം സ്കോപ്പിൽ ഇത് ക്രിയേറ്റ് ആയിരിക്കുന്നു. കോൺഫ്ലിക്റ്റ് ആകുന്നില്ല, അലൗഡ് ആണ്. അതിൻ്റെ ടൈപ്പ് ഒന്ന് പ്രിൻ്റ് ചെയ്യുന്നു. സ്ട്രിങ് ആണ് ടൈപ്പ്. ഈ കാരണം നെയിം 1 എന്ന് പറയുന്നത് ന്യൂ പൈത്തൺ ഒരു സ്ട്രിങ് ആണ്, അതുകൊണ്ടാണ് ടൈപ്പ് സ്ട്രിങ് ആയി പ്രിൻ്റ് ആയത്. ആ ഫുൾ സ്റ്റാക്ക് മെമ്മറി കോൾ റിട്ടേൺ ആയി ഫംഗ്ഷൻ എക്സിറ്റ് ആയപ്പോൾ ഫുൾ സ്റ്റാക്ക് മെമ്മറി പോയി. നമുക്ക് നെയിം 1 എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഈ ഇൻസ്റ്റൻസിൽ ക്രിയേറ്റ് ആയിരിക്കുന്നു. അതുതന്നെയാണ് ഇവിടെ നെയിം 1 സെൽഫ് ഡോട്ട് നെയിം എന്ന് പറയുന്നത് ഇവിടെ വന്നു. നെയിം 1 പുതുതായി ക്രിയേറ്റ് ആയി ഇതിനകത്ത് ഈ ഇൻസ്റ്റൻസിൽ. ഇത് നമ്മൾ മുകളിലൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല, എങ്കിലും നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ ഫംഗ്ഷൻ മെത്തേഡിനകത്ത് നമുക്ക് പുതിയ പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യാവുന്നതാണ് ഇൻസ്റ്റൻസിന് വേണ്ടി. അത്രയും മനസ്സിലായി. ഇനി വീണ്ടും ടൈപ്പ് S1 എന്താണെന്ന് ടൈപ്പ് ചെയ്യുന്നു. അതൊരു ഇവിടെ ക്ലാസ് സ്നേക്ക് എന്ന ഒരു ടൈപ്പാണ് ഈ SN1 എന്ന് പറയുന്നത്. ശരിയാണ്, സ്നേക്ക് ക്ലാസിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ടൈപ്പ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ. വീണ്ടും നമ്മൾ S1 ഡോട്ട് നെയിം എന്ന് പറയുന്നത് ഈസി ഗ്ലോബൽ. S1 ഡോട്ട് നെയിം എന്ന് പറയുന്നത് ഇത് ന്യൂ പൈത്തൺ ഈസി ഗ്ലോബലായി മാറിയിരിക്കുന്നു. വീണ്ടും S1 ഡോട്ട് 1 എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. ഈസി ഗ്ലോബലിൽ നിന്ന് പ്രിൻ്റായി. നെയിം 1 പ്രിൻ്റ് ടൈപ്പ് നെയിം 1. ഈ നെയിം 1ൽ നമ്മൾ ഒബ്ജക്റ്റ് ഇൻസ്റ്റൻസ് ഡോട്ട് എന്ന് കൊടുത്തില്ല. ഈ നെയിം 1 റെഫർ ചെയ്യുന്നത് ഗ്ലോബൽ സ്കോപ്പിലുള്ള നെയിം 1 ആണ്. ഈ നെയിം 1 ആണ്, അതുകൊണ്ടാണ് ASTAD എന്ന് പ്രിൻ്റായി വന്നിരിക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ. അതിൻ്റെ ടൈപ്പ് എന്താണെന്ന് നോക്കുന്നു. അതൊരു സ്ട്രിങ് ആയിരിക്കും. ഓക്കെ, ഇനി S2ലേക്ക് SN2 എന്ന ഒരു ഇൻസ്റ്റൻസ്, സെപ്പറേറ്റ് ഇൻസ്റ്റൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ക്രിയേറ്റ് ആയിരിക്കുന്നു. ഇനിറ്റ് ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കലി കോളായി. നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി കോൾ ചെയ്യേണ്ട ആവശ്യമില്ല, എങ്കിലും അത് നമ്മൾ ക്ലാസ് നെയിം വെച്ച് കോൾ ചെയ്യുമ്പോൾ ഇനിറ്റ് ഫംഗ്ഷൻ കോളാകും. നമ്മൾ പാസ് ചെയ്യുന്ന പാരാമീറ്റർ ഇവിടെ റിസീവ് ചെയ്യുകയും ചെയ്യും. ന്യൂ നെയിം സെക്കൻഡ് സ്നേക്കായി മാറി. സെയിം പ്രോസസ്സാണ്. ആ സ്റ്റാക്ക് മെമ്മറി പോയി. ന്യൂ ഒബ്ജക്റ്റിൽ നെയിം സെക്കൻഡ് സ്നേക്ക് വന്നു. ചേഞ്ച് നെയിം എന്ന മെത്തേഡ് വിളിക്കുകയാണ്. അതിൻ്റെ സ്റ്റാക്ക് മെമ്മറി ക്രിയേറ്റ് ആയി. ഇതാണ് എക്സിക്യൂഷൻ നടക്കാൻ പോകുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്. സെൽഫ് ഡോട്ട് നെയിം ന്യൂ നെയിം പൈത്തൺ 2 ചേഞ്ച് ചെയ്തു. പിന്നെ നമ്മളൊരു നെയിം 1 എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ നെയിം 1 അല്ല ഈ ഗ്ലോബൽ സ്കോപ്പിൽ നിൽക്കുന്ന നെയിം 1. നമുക്ക് നോക്കാം. ന്യൂ നെയിം പൈത്തൺ 2. ഈ പൈത്തൺ 2ഉം നവീൻ ആഡ് ചെയ്ത് നെയിം 1 എന്ന് പറയുന്ന പുതിയൊരു ആട്രിബ്യൂട്ട് ഈ സെക്കൻഡ് ഇൻസ്റ്റൻസിന് വേണ്ടി ക്രിയേറ്റ് ആയിരിക്കുന്നു. ഇത്രയാണ് അത് പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്നു. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ പൈത്തൺ പ്രോഗ്രാമിൽ കണ്ടു. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ പ്രിൻ്റ്, ഒബ്ജക്റ്റിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് നമുക്ക് പല ആട്രിബ്യൂട്ട്സ് വെച്ച് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്ത് എന്തെല്ലാം ആട്രിബ്യൂട്ട്സ് ആണ് വേണ്ടത് ഡിഫൈൻ ചെയ്ത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ ആ ആട്രിബ്യൂട്ട്സ് എല്ലാം ഉള്ള ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആകും. അതിന് വേണ്ടിയിട്ടാണ് ക്ലാസ് ഉപയോഗിക്കുന്നത്. ഓക്കെ.
ഇത്രയും കണ്ടാൽ നമുക്ക് ജാവ സ്ക്രിപ്റ്റിൽ ഇനി എങ്ങനെയാണ് ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. ജാവ സ്ക്രിപ്റ്റിൽ ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ചില മെത്തേഡുകൾ നോക്കാം. മെത്തേഡ് 1, 2 ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, മെത്തേഡ് 3 ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് ക്ലാസ് ഡിഫൈൻ ചെയ്തത്. ഒരു ക്ലാസ് എന്ന കീവേഡ്, പിന്നെ ക്ലാസ് നെയിം, കർലി ബ്രാക്കറ്റ്സിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് എല്ലാം, ക്ലാസ്സിനകത്തുള്ള മെത്തേഡ്സ് എല്ലാം ഡിഫൈൻ ചെയ്യണം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ ക്ലാസ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ന്യൂ എന്ന കീവേഡ് വെച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൺസ്ട്രക്ടർ കീവേഡ് കൺസ്ട്രക്ടർ മെത്തേഡ് കോൾ ആകും. നമ്മൾ പൈത്തണിൽ ഇനിറ്റ് __init എന്ന മെത്തേഡ് കണ്ടതുപോലെ തന്നെ ഇവിടെ കൺസ്ട്രക്ടർ എന്ന മെത്തേഡാണ് ഇനീഷ്യലൈസ് ചെയ്യാൻ, കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നീട് ഒരു ചേഞ്ച് ബ്രാൻഡ് എന്ന് പറയുന്ന നമ്മുടെ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു മെത്തേഡും ഡിഫൈൻ ചെയ്തിരിക്കുന്നു. നമ്മളിവിടെ ഈ കൺസ്ട്രക്ടർ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് കാർ നെയിം പാസ് ചെയ്ത് കിട്ടിയ ബ്രാൻഡ് നെയിം അസൈൻ ചെയ്യുന്നു, പ്രൈസ് $4,000 അസൈൻ ചെയ്യുന്നു. ഇതിനു മുമ്പ് നമ്മൾ കണ്ടാൽ ഒരു ദിസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിരിക്കുന്നു. അതിനർത്ഥം നമ്മളിവിടെ വെച്ച് ന്യൂ കാർ എന്ന സ്റ്റേറ്റ്മെൻറ്റിലാണ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ആ ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദിസ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നത്. നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കാണുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാകും. ചേഞ്ച് മെത്തേഡിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഡിഫൈൻ ചെയ്ത ബ്രാൻഡ് നെയിം മാറ്റുകയാണ് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുകയാണ്. അത്രയും മാത്രമാണ് ഇതിലുള്ളത്. ഇനി വിഷ്വലൈസ് ചെയ്ത് കാണാം. ഓക്കെ, പ്രോഗ്രാം എക്സിക്യൂഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ഗ്ലോബൽ ഫ്രെയിമും അതിനകത്ത് സി കാർ എന്നീ 2 വേരിയബിൾസ് ആണ് ഡിഫൈൻ ആയിരിക്കുന്നത്. കാർ എന്ന് പറയുന്ന ഒരു പോയിൻ്ററാണ്. കാർ എങ്ങനെ വന്നെന്ന് വെച്ചാൽ, ഈ ക്ലാസ് എന്ന് പറയുന്ന ഈ ക്ലാസ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇതൊരു ബേസിക്കലി ഒരു റെഫറൻസ് ആണ്, ഒരു പോയിൻ്ററാണ്, പോയിൻ്റർ ടു ദിസ് ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്ലാസ് ഒബ്ജക്റ്റ് ആണ്, ഒരു ടെംപ്ലേറ്റ് ആണ്. ഇതിനകത്ത് ഈ മെത്തേഡ്സ് എല്ലാം ഉണ്ട്, കൺസ്ട്രക്ടർ മെത്തേഡും ചേഞ്ച് ബ്രാൻഡ് മെത്തേഡും ഉണ്ട്. അത്രയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് എക്സിക്യൂഷൻ കൂടി നോക്കാം. ഇത്രയും ഓൾറെഡി പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത്രയും കിട്ടിയിരിക്കുന്നു, ഇത്രയും അലോക്കേറ്റ് ആയിരിക്കുന്നു. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെയാണ് വരുന്നത്. ഈ ന്യൂ ഇൻസ്റ്റൻസ്, ന്യൂ കാർ നിസാൻ എന്ന് പറയുന്നത് സ്ട്രിങ്, കാർ എന്ന് പറയുന്നത് കാർ തന്നെയാണ് ക്ലാസിൻ്റെ നെയിം. ക്ലാസ് നെയിം വെച്ച് തന്നെ ബ്രാക്കറ്റ്സിൽ പാരാമീറ്റർ പാസ് ചെയ്ത് കോൾ ചെയ്താൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ആ കിട്ടുന്ന ഒബ്ജക്റ്റിനെയാണ് നമ്മൾ സീലോട്ട് അസൈൻ ചെയ്യുന്നത്. നോക്കാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആകുമ്പോൾ ഡയറക്റ്റ്ലി കൺട്രോൾ പോകുന്നത് ക്ലാസ്സിനകത്തേക്കാണ്.
ക്ലാസ്സിനകത്ത് കൺസ്ട്രക്ടർ ക്ലാസ് കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോളായിരിക്കുന്നു. മെത്തേഡ് എന്ന് വിളിക്കാം ഇതിനെ. കോളായിരിക്കുന്നു. മെത്തേഡിൻ്റെ സ്റ്റാക്ക് മെമ്മറിയാണ് ഈ കാണുന്നത്. മെത്തേഡിനകത്ത് ദിസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ദിസ് വേരിയബിൾ ഒരു പോയിൻ്ററാണ്, പോയിൻറ്റിങ് ടു ന്യൂ ഒബ്ജക്റ്റ്. പുതുതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റിനെയൊക്കെയാണ് അത് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്ത പാരാമീറ്റർ ബ്രാൻഡ് എന്ന വേരിയബിളിൽ അസൈൻ ആയിരിക്കുന്നു. ഓക്കെ, കൺസ്ട്രക്ടർ ഫംഗ്ഷൻ കോൾ ആകുകയാണ്. അതിൻ്റെ എക്സിക്യൂഷൻ ഫ്ലോ നോക്കിയാൽ കൺസോളിലേക്ക് ദിസ് എന്താണെന്ന് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നു. ദിസ് എന്ന് പറയുന്നത് കാർ എന്ന ക്ലാസ് ഒബ്ജക്റ്റാണ്. അതാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇതിനകത്ത് തൽക്കാലം ഒന്നുമില്ല, നമ്മൾ പ്രോപ്പർട്ടീസ് ആട്രിബ്യൂട്ട്സ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഈ ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, എക്സിക്യൂട്ട് ആകുമ്പോൾ കാർ നെയിം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഈ ഇൻസ്റ്റൻസ് ഒബ്ജക്റ്റിനകത്ത് ക്രിയേറ്റ് ആയിരിക്കുന്നു. ഇതിനെ പ്രോപ്പർട്ടി എന്നോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനകത്തുള്ള ഫീൽഡ് എന്നോ വിളിക്കാം. കാർ നെയിം നിസാൻ എന്ന് അസൈനായി, കാരണം ബ്രാൻഡാണ് നമ്മളിതിലേക്ക് അസൈൻ ചെയ്യുന്നത്. ഇനി പ്രൈസ് എന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫീൽഡ് നെയിം വേരിയബിൾ ഒബ്ജക്റ്റിനകത്തുള്ള വേരിയബിൾ 4000-മായി അസൈൻ ആയിരിക്കുന്നു. കൺസ്ട്രക്ടറിൽ നിന്ന് ഔട്ട് ചെയ്തപ്പോൾ തന്നെ ആ സ്റ്റാക്ക് മെമ്മറി ക്രിയേറ്റ് ചെയ്തത് പോയി. പക്ഷേ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിരിക്കുന്നു. ഒബ്ജക്റ്റിൻ്റെ പേര് റെഫറൻസ് ചെയ്യുന്നത് സി എന്ന വേരിയബിളിലാണ് അതിൻ്റെ റെഫറൻസ് വന്നിരിക്കുന്നത്. കൺസോളിൽ നമുക്ക് സി ഡോട്ട് കാർ നെയിം എന്താണെന്ന് നോക്കാം. സി ഡോട്ട് കാർ നെയിം എന്ന് പറയുന്നത് നിസാൻ എന്ന് പ്രിൻ്റ് ചെയ്ത് വരണം. നിസാൻ എന്ന് പ്രിൻ്റ് ആയി വന്നിരിക്കുന്നു. ഇനി നമുക്ക് സി ഡോട്ട് ചേഞ്ച് ബ്രാൻഡ് വിളിച്ച് നോക്കാം. സി ഡോട്ട് ചേഞ്ച് ബ്രാൻഡ് വിളിച്ചിരിക്കുന്നു. സി എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റൻസ് ആണെന്നും ആ ഇൻസ്റ്റൻസിന് വിളിക്കേണ്ടത് ഈ ക്ലാസ്സിനകത്തുള്ള ചേഞ്ച് ബ്രാൻഡ് എന്നുള്ള ഫംഗ്ഷൻ ആണെന്നും മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് അത് കറക്റ്റായി കോൾ ചെയ്ത് ആ മെത്തേഡിന് വേണ്ടിയുള്ള സ്റ്റാക്ക് മെമ്മറി ക്രിയേറ്റ് ആയി. ആ മെമ്മറിയിൽ ദിസ് ബ്രാൻഡ് നേരത്തെ കണ്ടതുപോലെ തന്നെ 2 വേരിയബിൾസ് ആണ്. ദിസ് എന്ന് പറയുന്നത് പുതുതായി ക്രിയേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റൻസിൻ്റെ അഡ്രസ്സും, പുതിയതായി ക്രിയേറ്റ് ചെയ്യുന്നതല്ല, മുമ്പ് ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ നെയിമാണ് മാറ്റുന്നത്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാസ്സാകുന്നത് നമ്മൾ സി എന്ന് കൊടുത്താൽ, സി എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിലേക്ക് തന്നെ പോയിൻ്റ് ചെയ്യുന്നത്. ദിസ് എന്ന് പറയുന്നത് സി തന്നെയാവുന്നത്, സി റെഫർ ചെയ്യുന്ന ഒബ്ജക്റ്റ് തന്നെയാവുന്നത്. കാർ നെയിം ബ്രാൻഡ് ഫോർഡ് ആണ്. ഫോർഡ് എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്ത് ഓൾറെഡി ഫോർഡായി മാറിയിരിക്കുന്നു, പേര് മാറിയിരിക്കുന്നു. ഇവിടെ മുമ്പ് നമ്മൾ കൊടുത്തത് നിസാൻ എന്നായിരുന്നു, അത് ഫോർഡാക്കി മാറ്റിയിരിക്കുന്നു. ആ ചേഞ്ച് ബ്രാൻഡ് എന്നുള്ള സ്റ്റാക്ക് ഫ്രെയിം പോയിരിക്കുന്നു. ആ കോൾ ഫിനിഷ് ആയപ്പോൾ വീണ്ടും കൺട്രോൾ ഇവിടെ വന്ന് കൺസോൾ ഡോട്ട് ലോഗ് സി ഡോട്ട് കാർ നെയിം പ്രിൻ്റ് ചെയ്യുമ്പോൾ ഫോർഡ് എന്ന് പ്രിൻ്റ് ആകുന്നു. ഓക്കെ, ഇത്രയാണ് ഈ ജാവാസ്ക്രിപ്റ്റിൽ ക്ലാസിൻ്റെ യൂസേജ്. ഇങ്ങനെ ക്ലാസ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ കൺസ്ട്രക്ടറാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ന്യൂ എന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ച് കാർ ഫംഗ്ഷൻ പോലെ കോൾ ചെയ്താൽ തന്നെ ഈ കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കലി കോളായി അതിലുള്ള പ്രോപ്പർട്ടീസ് എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഒരു ഇനീഷ്യലൈസിങ് ഫംഗ്ഷൻ ആയിട്ട് അതിനെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ബ്രാൻഡ് എന്നുള്ളൊരു പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്താൽ ഈ ബ്രാൻഡും ഇവിടെയുള്ള
ബ്രാൻഡുമായി കോൺഫ്ലിക്റ്റ് ആകുമോ എന്നാണ് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. നോക്കാം. ഈ ഗ്ലോബൽ ഫ്രെയിമിൽ തന്നെ നമുക്ക് ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ഇതും ഈ വേരിയബിളും സിയും ക്രിയേറ്റ് ആയിരിക്കുന്നു. കാർ എന്ന് പറയുന്ന ക്ലാസ് ഇത് ക്രിയേറ്റ് ആയിരിക്കുന്നു. ഇവിടെയാണ് ഇൻസ്റ്റൻസ് ഒബ്ജക്റ്റ് ക്രിയേഷൻ. ന്യൂ കാർ നിസാൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഓക്കെ, നിസാൻ. ഇവിടെ ബ്രാൻഡ് എന്ന് പറയുന്ന പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ആയി ഈ കൺസ്ട്രക്ടർ എന്ന് പറയുന്ന മെത്തേഡിൻ്റെ സ്കോപ്പിനകത്ത്, സ്റ്റാക്ക് മെമ്മറിക്കകത്ത് ക്രിയേറ്റ് ആയി. അപ്പോൾ ഇതിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നോക്കാം. പ്രൈസ് എല്ലാം കാർ നെയിം നിസാൻ, പ്രൈസ് 4000. അങ്ങനെ തന്നെ മുമ്പത്തെ പോലെ തന്നെ എക്സിക്യൂഷൻ ആവുകയാണ്. ബ്രാൻഡ് എന്ന വാല്യൂ കീ തന്നെയാണ് ഇപ്പോഴും ഗ്ലോബൽ ഫ്രെയിമിലുള്ളത്. പക്ഷേ ഇവിടുത്തെ വാല്യൂസ് നമ്മൾ പാസ് ചെയ്യുന്നതാണ് കിട്ടി കാർ നെയിം അപ്ഡേറ്റ് ആവുന്നത്. ഓക്കെ, ഇത്രയാണ് അതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് മെത്തേഡ് 2 ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. മെത്തേഡ് 1 നോക്കാം. മറ്റൊരു രീതിയിലും ക്ലാസ് എന്നുള്ള ഫങ്ഷനാലിറ്റി തന്നെ കിട്ടും. ഇവിടെ ഈ മെത്തേഡിൽ നമ്മൾ ക്ലാസ് എന്നൊന്നും പറയുന്നില്ല, കീവേഡേ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ ചെയ്യുന്നത് ആപ്പിൾ എന്ന് പറയുന്ന പുതിയൊരു വേരിയബിൾ, ആപ്പിളിനകത്ത് നമ്മൾ ടൈപ്പ്, കളർ, ഇതാണ് പ്രോപ്പർട്ടീസ്, കോളൻ ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യുകയാണ്. ടൈപ്പ് അമേരിക്കൻ എന്നും കളർ റെഡ് എന്നും കൊടുത്ത് കോമ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്ത് ഈ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇത്രയുമാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തത്. ക്ലാസ്സിനെ യൂസ് ചെയ്യുന്നില്ല. നമുക്കിതിൻ്റെ എക്സിക്യൂഷൻ ഫ്ലോ നോക്കാം. അതിനുശേഷം ആപ്പിൾ ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഇതാണ് പ്രോപ്പർട്ടി. അതിനെ മെക്സിക്കനായി മാറ്റുന്നു, അത് പ്രിൻ്റ് ചെയ്യുന്നു. അത്രയാണ് ചെയ്യുന്നത്. നോക്കാം. ഈ ആഡ് ഫങ്ഷൻ ഇവിടെ കിടന്നോട്ടെ, നമുക്ക് നോക്കാം ഇത് ഇമ്പാക്റ്റ് ആകുമോ എന്ന് നോക്കാം. ഓക്കെ, എക്സിക്യൂഷൻ നോക്കുകയാണെങ്കിൽ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ ബ്രാൻഡ് ഡിഫൈൻ ആയി, ആപ്പിൾ ക്രിയേറ്റ് ആയി, പക്ഷെ അൺഡിഫൈൻഡ് ആണ്, വാല്യൂസ് ഒന്നും വന്നിട്ടില്ല. ആഡ് എന്നുള്ള ഫങ്ഷൻ ഒബ്ജക്റ്റും ക്രിയേറ്റ് ആയി. ഈ ആഡ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എങ്കിലും ജസ്റ്റ് ആഡ് ക്രിയേറ്റ് ആയി. ഇതിൻ്റെ റെഫറൻസ് ഈ ഒബ്ജക്റ്റിലോട്ടാണ്. അതിനുശേഷം സിയും ക്രിയേറ്റ് ആയി. എന്താണ് സി എന്ന് പറയുന്നത്? ഇവിടെയാണ് ഈ സി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ആകുന്നത്. സിയും ക്രിയേറ്റ് ആയി, ഡിഫൈൻ ആയി, ഫ്രെയിമിൽ വന്നു, പക്ഷെ അൺഡിഫൈൻഡ് ആണ്, വാല്യൂസ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാം. ആപ്പിൾ എത്തുകയാണ്. ഇവിടെ വെച്ചിട്ടാണ് ഈ പ്രോപ്പർട്ടീസ് എല്ലാം ക്രിയേറ്റ് ആവേണ്ടത്. നോക്കാം. ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ടൈപ്പ് ആണ് ഒരു പ്രോപ്പർട്ടി, കളറാണ് മറ്റ് പ്രോപ്പർട്ടി. രണ്ടും നമ്മളിവിടെ കൊടുത്ത വാല്യൂ വെച്ച് ഇനീഷ്യലൈസ് ആയി. ഇനി ആപ്പിൾ ഡോട്ട് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ് റെഫർ ആകുന്നത്. ഇത് മെക്സിക്കനായി മാറ്റുകയാണ്. മാറ്റി. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ക്ലാസ് ഡിഫൈൻ ചെയ്ത പോലെ തന്നെ ഒരു എഫക്റ്റാണ് ഇവിടെയും കിട്ടുന്നത്. പക്ഷെ നമ്മൾ ക്ലാസ് കീവേഡ് യൂസ് ചെയ്തില്ല. ഇങ്ങനെയും ഉപയോഗിക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ ക്ലാസ് വെച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടി റീഡബിലിറ്റി പ്രോഗ്രാമിന് കിട്ടാൻ നല്ലത്. കാരണം വായിക്കുമ്പോൾ ക്ലാസ് എന്ന് കീവേഡ് കൊടുത്താൽ പെട്ടെന്ന് അത് മനസ്സിലാകും. ഓക്കെ, നമ്മൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് ആ ടെംപ്ലേറ്റിൽ പ്രോപ്പർട്ടീസ് എല്ലാം ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാകും. അതുകൊണ്ട് ക്ലാസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഇങ്ങനെയും ചില പ്രോഗ്രാമുകൾ
ഉള്ളിൽ കാണാം. കാർ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് കണ്ട പോലെ തന്നെ ഇവിടെ നമ്മൾ ക്ലാസ് എന്ന കീവേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. പഴയ കോഡ് കാർ എന്ന് പറയുന്ന ക്ലാസ് ഡിഫൈനായി. ക്ലാസ് ഒബ്ജക്റ്റിനകത്ത് ഇതെല്ലാമാണ് ഉള്ളത്, ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം കണ്ട പോലെ തന്നെ അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് കൺസ്ട്രക്ടർ ഉപയോഗിച്ച് ക്രിയേറ്റ് ആയി. ഇവിടെ നമ്മൾ കൺസ്ട്രക്ടർ ഒന്നും ഈ മെത്തേഡിൽ കൊടുത്തില്ല, ചുമ്മാ കർലി ബ്രാക്കറ്റ്സിനകത്ത് ചുമ്മാ പ്രോപ്പർട്ടീസ് കോളൻ എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഇൻറ്റേർണലി അതൊരു കൺസ്ട്രക്ടറെല്ലാം കോൾ ചെയ്ത് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ് ഈ മെത്തേഡ് 1ലും. അതാണ് അതിൻ്റെ ഇവൻച്വലി നമുക്ക് കിട്ടുന്ന റിസൾട്ട് രണ്ടിലും സെയിം ആണ്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഇത്രയുമാണ് ഈ പ്രോഗ്രാം. ഇനി നമുക്ക് മെത്തേഡ് 2 കൂടി നോക്കാം. മെത്തേഡ് 2-ൽ നമ്മൾ ഒരു ബസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻസ് ആണ്, ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബസ് 2 ന്യൂ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നു. ഒരു ഫങ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഫങ്ഷൻ എന്ന കീവേഡ് ഉപയോഗിച്ച് ഒരു ഫങ്ഷനെ തന്നെയാണ് ഇവിടെ കോൾ ചെയ്യുന്നത്. ഇതൊന്ന് കമൻറ്റ് ചെയ്തിടാം, അതിൻ്റെ ആവശ്യമില്ല, അതൊക്കെ നോക്കാം. ഇങ്ങനെ /* കൊടുത്താൽ നമുക്ക് എത്ര ലൈനാണ് കമൻറ്റ് ചെയ്യേണ്ടത് അത്രയും ലൈൻ /* കൊടുത്താൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എക്സിക്യൂഷൻ ഫ്ലോ ഒന്ന് നോക്കാം. ഓക്കെ, ന്യൂ ബസ് 2 മെത്തേഡ് 1 അപ്പോൾ മെത്തേഡ് 1 ഓവറൈറ്റ് ആയി പോയി. ഓക്കെ മെത്തേഡ് 2 മാത്രമാണ് ഇവിടെ ഉള്ളത്. ന്യൂ ബസ് 2-ൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. ഇത്രയും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും ഗ്ലോബൽ ഫ്രെയിമിൽ കിട്ടി. ന്യൂ ബസ് 2 ഈ വേരിയബിൾ, പിന്നെ ബസ് എന്ന് പറയുന്നത് ഈ ബസ് എന്ന് പറയുന്നതാണ് ഇവിടെ. ഓക്കെ, ഇതാണ് ബസ്. അപ്പോൾ നമുക്കൊരു എന്തെല്ലാമാണ് ഫ്രെയിമിൽ കിട്ടിയത്. ന്യൂ ബസ് 2 കിട്ടി. അതാണ് ഈ എല്ലാ വേരിയബിൾസും ഡിഫൈൻ ചെയ്ത എല്ലാ വേരിയബിൾസും നമുക്ക് ഗ്ലോബൽ ഫ്രെയിമിൽ കിട്ടും. ന്യൂ ബസ് 2 കിട്ടി. ഓക്കെ, കൂടാതെ നമുക്ക് കിട്ടിയത് ഈ ഫങ്ഷൻ വെച്ച് ഈ ഫങ്ഷൻ ഡിഫൈൻ ചെയ്ത ഈ ഫങ്ഷൻ ബസ് എന്ന് പറയുന്ന ഫങ്ഷൻ, ബസ്സും ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ഈ ഫങ്ഷനെ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ബസ് എന്ന് പറയുന്ന ഫങ്ഷനകത്ത് ഇതാണ്
ഫംഗ്ഷനകത്തുള്ള ഒബ്ജക്റ്റ് അതാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബസ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അതായത് ഇതാണ് ഇത്രയും ഭാഗമാണ് ഇവിടെ ക്രിയേറ്റ് ഈ ബസ് റെഫർ ചെയ്യുന്നത്, ബസ് ഫംഗ്ഷൻ റെഫറൻസ്. അതിനുശേഷം ന്യൂ ബസ് ഇവിടെ വന്നിരിക്കുന്നു. ഈ വേരിയബിളും നമുക്ക് ഗ്ലോബൽ ഫ്രെയിമിൽ കിട്ടിയിരിക്കുന്നു. പിന്നെ ബ്രാൻഡ്, ഈ ബ്രാൻഡ് വേറെ വെച്ച് ഡിഫൈൻ ചെയ്യുന്ന എല്ലാം തന്നെ നമുക്ക് ഗ്ലോബൽ ഫ്രെയിമിൽ കിട്ടും. ബ്രാൻഡും കിട്ടി, ആപ്പിളും കിട്ടി. ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കിട്ടി. പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിന് അത്രയും കിട്ടിയിരിക്കുന്നു. ഇങ്ങനെ ഡിഫൈൻ ചെയ്ത ക്ലാസ് വന്നിട്ടില്ല, അത് വന്നിട്ടില്ല. സി എന്ന് പറയുന്ന വേരിയബിൾ വാർ വെച്ച് ഡിഫൈൻ ചെയ്ത സി എന്ന് പറയുന്ന വേരിയബിളും അൺഡിഫൈൻഡായി ഗ്ലോബൽ ഫ്രെയിമിൽ വന്നിരിക്കുന്നു. നമുക്ക് എക്സിക്യൂഷൻ നോക്കാം. ഇവിടെയാണ് ഓക്കെ, ന്യൂ ബസ് 2 ഈ ബസ് 2വിനകത്ത് ഈ ഫംഗ്ഷൻ കോളാകുന്നു. ദിസ് ഡോട്ട് ടൈപ്പായിട്ട് അസൈൻ ചെയ്യണം. പക്ഷെ നമ്മൾ ടൈപ്പിലോട്ട് വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. നോക്കാം, ടൈപ്പ് അൺഡിഫൈൻഡ് തന്നെയാണ്, നമ്മൾ ടൈപ്പിലേക്ക് വാല്യൂ ഒന്നും കൊടുത്തില്ല, അതുകൊണ്ട് ടൈപ്പ് അൺഡിഫൈൻഡ് ആണ്. ബ്ലൂ ആഡ് ആയിരിക്കുന്നു, ഇത് കൊടുത്തതുപോലെ തന്നെ. പക്ഷെ ബേസിക്കലി നമുക്കൊരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയി കിട്ടി. നമ്മൾ ക്ലാസ് ഡിഫൈൻ ചെയ്ത് കിട്ടിയതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി ഇത്രയും എക്സിക്യൂഷൻ കഴിഞ്ഞപ്പോൾ തന്നെ. ന്യൂ ബെസ്റ്റ് എന്നുള്ളതാണ് ആ ഇൻസ്റ്റൻസ് ഒബ്ജക്റ്റിൻ്റെ റെഫറൻസ്. ഓക്കെ, console.logൽ ന്യൂ ബസ് 2.color പ്രിൻ്റ് ആയി, ബ്ലൂ, കറക്റ്റാണ്. പ്രോമിസ് എന്ന് പറയുന്നത് കമൻറ്റ് ചെയ്ത് കളയണം. അത് കമൻറ്റ് ചെയ്യാം, അത് തൽക്കാലം ഇപ്പോൾ ആവശ്യമില്ല. ഒന്നും കൂടി എക്സിക്യൂഷൻ നോക്കുകയാണ്. ന്യൂ ബസ് 2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി, ബസ് 2.color ബ്ലൂ പ്രിൻ്റ് ചെയ്തു. ന്യൂ ബസ് AC, ഇപ്പോഴാണ് ഈ ബസ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. ബസ് ഫംഗ്ഷനിൽ നമ്മൾ പുതിയൊരു ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നോക്കാം, പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മളിവിടെ കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ഫംഗ്ഷനൊന്നും എവിടെയും കണ്ടില്ല, നമ്മളിവിടെ എക്സ്പ്ലിസിറ്റ്ലി ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് ഇവിടെ കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കോൾ ആയിരിക്കുന്നു. ഈ ന്യൂ ഓപ്പറേറ്റർ വെച്ച് നമ്മൾ ബസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ തന്നെ. അപ്പോൾ ഫംഗ്ഷൻ നെയിമും ക്ലാസ് നെയിമും സെയിം ആയി നിങ്ങൾ ഡിഫൈൻ ചെയ്ത് ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് വിളിച്ചാൽ അതൊരു ഒബ്ജക്റ്റായി ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇതിൽ നമ്മൾ ബസ് വിളിക്കുമ്പോൾ ദിസ് പോയിൻ്റ് ചെയ്യുന്നത് പുതിയ ഒബ്ജക്റ്റിലോട്ടാണ്. ദിസ് ഡോട്ട് ടൈപ്പ് കൊടുത്താൽ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ടൈപ്പ് AC ആണ് നമ്മൾ പാസ് ചെയ്തത്. AC എന്ന് പറയുന്നത് ഈ ടൈപ്പിലോട്ട് ഈ വേരിയബിളിലോട്ട് അസൈൻ ആയി, ഈ വേരിയബിൾ ദിസ് ഡോട്ട് ടൈപ്പിലോട്ട് അസൈൻ ആയി മാറിയിരിക്കുന്നു. അതാണ് ഇത് AC ആയി മാറിയത്. ദിസ് ഡോട്ട് കളർ ഗ്രീനുമായി, കറക്റ്റാണ്. console.logൽ ദിസ് എന്താണെന്ന് ടൈപ്പ് പ്രിൻ്റ് ചെയ്യുന്നു. ദിസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ്, ബസ് ഒബ്ജക്റ്റ്, ബസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ്, ഒരു ഒബ്ജക്റ്റ് ആണ്. അതിൽ ടൈപ്പ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ACയും കളർ എന്ന് പറയുന്നത് ഗ്രീനുമാണ്. ഓക്കെ, വീണ്ടും നമ്മൾ മെത്തേഡ് 3 മുമ്പ് ചെയ്തതുപോലെ തന്നെ എഴുതിയ പ്രോഗ്രാമിലേക്ക് എത്തി. ബ്രാൻഡ് എന്ന് പറയുന്നത് കിയ ഡിഫൈൻ ആയി. ആപ്പിൾ നമ്മൾ കണ്ടതാണ്. ആപ്പിൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ കണ്ടത് ഇതും ഒരു ഒബ്ജക്റ്റ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെയും നമ്മളൊരു ഒബ്ജക്റ്റാണ്
ക്രിയേറ്റ് ചെയ്തത്. ന്യൂ എന്നുള്ള കീവേഡ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നു. ന്യൂ ആഡ് ചെയ്തില്ലെങ്കിലും ക്രിയേറ്റ് ആകും. ന്യൂ ആഡ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ ബ്രാക്കറ്റിനകത്ത് എല്ലാ പ്രോപ്പർട്ടിയും ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെയും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ആപ്പിളിനകത്ത് നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി. ഒബ്ജക്റ്റ് അമേരിക്കൻ റെഡ്, അത് മെക്സിക്കനായിട്ട് ടൈപ്പ് ചേഞ്ച് ചെയ്യുന്നു. കൺസോളിൽ പ്രിൻ്റ് ആയി. ഇതാണ് പ്രോപ്പർ ക്ലാസ് കീവേഡ് ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്ത് നമ്മൾ ചെയ്തത്. ആദ്യം കണ്ടത് കാർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, കാർ എന്ന് പറയുന്ന ഒബ്ജക്റ്റിലെ കൺസ്ട്രക്ടർ എന്ന് പറയുന്ന മെത്തേഡ് കോളായിരിക്കുന്നു. നമ്മൾ വെറുതെ ഈ ന്യൂ കാർ എന്ന് വിളിച്ചപ്പോൾ തന്നെ കൺസ്ട്രക്ടർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി. ഈ കൺസ്ട്രക്ടർ ഒബ്ജക്റ്റ് നമ്മൾ ഇവിടെയും കണ്ടു. ഈ ന്യൂ ഫംഗ്ഷൻ വിളിച്ചപ്പോഴും ഇവിടെയും ന്യൂ ബസ് AC എന്ന് വിളിച്ചപ്പോഴും കൺസ്ട്രക്ടർ ഒബ്ജക്റ്റ് ഓട്ടോമാറ്റിക്കലി കോളായിരുന്നു. അതിനുശേഷം കൺസ്ട്രക്ടർ ഒബ്ജക്റ്റ് കോൾ ചെയ്ത ശേഷം ഈ ഫംഗ്ഷനും കോളായി. ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം. അല്ലെങ്കിൽ ക്ലാസ് എന്നുള്ള കീവേഡ് ഉപയോഗിച്ച് എക്സ്പ്ലിസിറ്റ്ലി ഇങ്ങനെയും കൺസ്ട്രക്ടർ എല്ലാം ഡിഫൈൻ ചെയ്തും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഒബ്ജക്റ്റ്. 4000 ക്രിയേറ്റ് ആയി. ഈ പ്രോഗ്രാം ഫ്ലോ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം കാർ എന്ന് പറയുന്നത് നിസാൻ. പിന്നെ നമ്മൾ ചേഞ്ച് ബ്രാൻഡ് ഈ ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്തതാണ്. അത് കോളാകും. ചേഞ്ച് ബ്രാൻഡ് എന്നുള്ള ഫംഗ്ഷൻ സ്റ്റാക്ക് ക്രിയേറ്റ് ആയിരിക്കുന്നു. ഇത്രയുമാണ് ഈ പ്രോഗ്രാമിൽ ഉള്ളത്. ഓക്കെ, ഇത് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ 3 ടൈപ്പിൽ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് ഒരു മെത്തേഡ്. var ഇൻസ്റ്റൻസ് വേരിയബിൾ ഈക്വൽ ടു ന്യൂ ഫംഗ്ഷൻ. എന്തെങ്കിലും പാരാമീറ്റർ പാസ് ചെയ്യാനുണ്ടെങ്കിൽ പാരാമീറ്റർ പാസ് ചെയ്യാനുള്ള വേരിയബിൾ. പിന്നെ ദിസ് ഡോട്ട് എന്ന് വെച്ച് പ്രോപ്പർട്ടീസ് എല്ലാം ഡിഫൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ക്ലാസ് നെയിമും ഈ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചുള്ള കോൾ ചെയ്യുന്ന ഫംഗ്ഷൻ്റെ നെയിമും ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനും സെയിം ആക്കി കൊടുത്താൽ ഈ ഫംഗ്ഷനിലേക്ക് ഒരു ഒബ്ജക്റ്റ് റെഫറൻസ് കൊടുത്ത് ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഡിഫൈൻ ചെയ്ത് കിട്ടും. ഓക്കെ, മറ്റൊരു രീതി എന്ന് പറയുന്നത് ആപ്പിൾ ജസ്റ്റ് കർലി ബ്രാക്കറ്റ്സ് എടുത്ത് പ്രോപ്പർട്ടീസ് എല്ലാം കൊടുക്കുക. സാധാ കൊടുക്കുന്നത് പോലെ തന്നെ. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് കൊടുക്കുന്നത്. പക്ഷെ പലപ്പോഴും മെത്തേഡ്സ് എല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നത് ടഫായിരിക്കും. ഇങ്ങനെ ഇത്രയും കൊടുത്താലും ഈ ലൈനും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരും. അല്ലെങ്കിൽ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് മെത്തേഡ് 4 എന്ന് പറയാവുന്നത് ഇതാണ് ക്ലാസ് കീവേഡ് ഉപയോഗിച്ച് ക്ലാസ് ഡിഫൈൻ ചെയ്തു. അതിനകത്തുള്ള മെത്തേഡ്സ് എല്ലാം ഡിഫൈൻ ചെയ്തു. 2 മെത്തേഡ്സാണ് ഈ ക്ലാസ്സിനകത്തുള്ളത്. അതിനുശേഷം ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഈ കാർ എന്ന് വിളിക്കുന്ന ക്ലാസ് നെയിമും ന്യൂ എന്ന ഓപ്പറേറ്ററിനോട് കൂടി വിളിക്കുന്ന ഫംഗ്ഷൻ നെയിമും ക്ലാസ് നെയിമും സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ ന്യൂ ഓപ്പറേറ്ററിന് ഒരു കാർ ക്ലാസ് ടൈപ്പിലുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത്രയാണ് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.